ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു മാത്സ് ബി. മക്കളെ, നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ നമ്മൾ അടിപൊളിയിൽ പഠിക്കാൻ പോവാണ്. അതായത് എക്സാമിന് വരുന്ന പബ്ലിക് എക്സാമിന് കാര്യമായിട്ടൊരു ഐഡിയ ഇല്ല ഈ ചാപ്റ്റർ എങ്കിൽ ഇത് കറക്റ്റ് ഫോളോ ചെയ്തോ. കൃത്യമായിട്ട് ഇതിൽ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടായിരിക്കും. ഇതിൽ നിന്നല്ലാതെ വേറൊരു ക്വസ്റ്റ്യൻ പുറത്തോട്ട് പോകില്ല. ഇത് സാറ് തരുന്ന 100% ഗ്യാരണ്ടിയാണ്. ഇപ്പൊ വന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അറിയാലോ, നമ്മളെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണല്ലോ. ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ തന്നെ നമുക്കറിയാം 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, അതിന്റെ ഒരു ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. ഇത് വെച്ച് നമുക്ക് അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റും ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ള. ആ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ സാർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബിഫോർ നിങ്ങൾ ഈ ചാപ്റ്റർ പല ആളുകൾക്കും കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇത് ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്ലസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോർമുല ഒന്നും കാണാതെ പഠിക്കണ്ട. മറ്റുള്ള ചാപ്റ്ററുകളിലാണെങ്കിൽ ചെറിയ ഫോർമുലാസ് ഒക്കെ നമുക്ക് ഓർത്തിരിക്കണം. ഈ ചാപ്റ്ററിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ പ്രത്യേകിച്ച് ഫോർമുല ഒന്നും ബൈഹാർട്ട് ചെയ്യാനില്ല. അതുകൊണ്ടാണ് പല ആളുകൾക്കും ഈ ചാപ്റ്റർ കൺഫ്യൂഷൻ ആവുന്നത് തന്നെ. പക്ഷേ ഇതിന്റെ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ, സിമ്പിൾ ടെക്നിക്കലി എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഓർഡറിൽ സാർ അടിപൊളി സെറ്റ് ആക്കി തരാം. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. അതേപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക, കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. ഓക്കെ, സോ ചാപ്റ്ററിലോട്ട് പോവാം. അത് ബിഫോർ നമുക്കറിയാം ഇപ്പോൾ വന്ന ക്വസ്റ്റ്യൻ ഇതാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം, ഇത് അവസാനം നമ്മൾ ചെയ്യും, അതങ്ങനെ നിൽക്കട്ടെ. സോ ബിഫോർ നിങ്ങൾക്ക് ഈ വരുന്ന പബ്ലിക് എക്സാമിന് വളരെ സ്പീഡിൽ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് 13 ചാപ്റ്റർ മാത്സിന്റെ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സാറ് വാട്സപ്പ് ചെയ്തോ. വളരെ പുതിയ കണ്ടന്റ് ആണ്. സാറ് നമ്പർ ഇവിടെ കൊടുക്കാം, വാട്സപ്പ് ഓൺലി ട്ടാ. നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സോ 2 നമ്പറാണുള്ളത്. ഈ 2 നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം കേട്ടോ. 2 നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. അതായത് 13 ചാപ്റ്റേഴ്സ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് തിയറി ഒന്നും പഠിക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് എക്സാമിന് വരുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, സാർ നിങ്ങൾക്ക് സെറ്റ് ആക്കി തരും. പുതിയ ബാച്ചാണ്. വെള്ളിയാഴ്ചയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 27-ാം തീയതി. സോ താല്പര്യമുള്ള എല്ലാ മക്കളും ഈ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്തോ, ജസ്റ്റ് വാട്സപ്പ് ചെയ്തോ. പെയ്ഡ് കോഴ്സിനെ പറ്റിയിട്ട് +2 പെയ്ഡ് കോഴ്സ് അല്ലെങ്കിൽ +2 മാത്സ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. സാർ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. ഓക്കേടാ. സോ ഫീസ് വരുന്നത് 799 രൂപയാണ്. അതെല്ലാം നിങ്ങൾ ഓൾറെഡി +1 ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന ആഗ്രഹമുള്ള കുട്ടികളാണെങ്കിൽ ഒന്നും നോക്കണ്ട, രണ്ടും നിങ്ങൾക്ക് ഒരുമിച്ച് പർച്ചേസ് ചെയ്യാം. 1499 രൂപയാണുള്ളത്. 2 സബ്ജക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. +1 മാത്സും +2 മാത്സും ഒരുമിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. ഇംപ്രൂവ്മെന്റ് എഴുതുന്ന കുട്ടികളാണെങ്കിൽ അതെല്ലാം ഇംപ്രൂവ്മെന്റ് ഒന്നും എഴുതുന്നില്ല, വെറും ഈ +2 മാത്രം നന്നായിട്ട് എനിക്ക് മാർക്ക് വാങ്ങിക്കണം. ഇനി അവസാന സമയത്ത് എനിക്ക് ഇനി ഐഡിയ ഇല്ല എന്താണെന്നുള്ളത്. ഇനി അവസാന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മക്കളെ, കുറേ 1 ഷോട്ട് വീഡിയോ കുറേ 2-3 ഹവറുകൾ കണ്ടിട്ട് കാര്യമില്ല. ഇനി അവസാന സമയം നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അടിപൊളിയിൽ ആ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാൻ പറ്റണം, അടിപൊളിയിൽ പഠിപ്പിച്ച് തരാൻ നിങ്ങൾക്ക് പറ്റണം. അതിനാണ് സാറുള്ളത്. അതിനാണ് സാർ സ്പെഷ്യൽ ഡിസൈൻ ചെയ്ത കോഴ്സാണിത്. എക്സാമിന് വേണ്ടി മാത്രം സ്പെഷ്യൽ ഡിസൈൻ ചെയ്ത കോഴ്സാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. 100% ആണ് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. 50 മുകളിൽ മാർക്കൊക്കെ ഒരു ബിലോ ഏവറേജ് ഉള്ള കുട്ടിക്ക് പോലും ഇത് കിട്ടും. ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നല്ല സ്റ്റുഡൻറ്, നല്ല പഠിക്കുന്ന ഓൾറെഡി ഏവറേജ് സ്റ്റുഡന്റ് ഒക്കെ ആണെങ്കിൽ ഒന്നും പേടിക്കണ്ട, ഫുൾ മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, +2 സൂപ്പർ ആയിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള മക്കൾ എന്ത് ചെയ്യുക, നമ്പർ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്, സ്ക്രീനിൽ എഴുതി പോകുന്നുണ്ട്. ഈ നമ്പറിലോട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, വാട്സപ്പ് മാത്രം ചെയ്യുക, വിളിക്കരുത് കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഈ ചാപ്റ്ററിലോട്ട് പടക്കാം. സാർ ഈ ചാപ്റ്റർ സെറ്റ് ആക്കി തരാം, നിങ്ങൾ നോക്കിക്കോ. ഈ ചാപ്റ്റർ അവസാനം വരെ കണ്ടോ. നിങ്ങൾ ഈ ചാപ്റ്റർ പല ആളുകൾക്കും ടഫായ ചാപ്റ്റേഴ്സാണ്. ഇത് സാർ അടിപൊളിയാക്കി തരാം അല്ലേ. +2 ഏറ്റവും പ്രയാസപ്പെട്ട ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററാണ്. പക്ഷേ ഈ ചാപ്റ്റർ വളരെ സിമ്പിളാക്കി തരാം, നോക്കിക്കോ. ഫസ്റ്റ് ടൈപ്സ് ഓഫ് റിലേഷൻ. ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ആവശ്യമുള്ളതേ ഞാൻ പഠിക്കാൻ പറയുള്ളൂ. നിങ്ങളിതൊന്നും ഇപ്പം ഒന്നും പഠിക്കൊന്നും വേണ്ട. ടൈപ്സ് ഓഫ് റിലേഷൻ കേട്ടോ. നമ്മളെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ ഉണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒന്ന് ജോയിൻ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതിലോട്ട് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ടൈപ്സ് ഓഫ് റിലേഷനാണ്. പല ആളുകൾ ഇത് കാണുമ്പോഴേക്കും പേടിക്കും, ഇതൊക്കെ പഠിക്കണം. വേണ്ട മക്കളെ, സാർ ഇതിങ്ങനെ ഒന്നും പഠിക്കണ്ട, ശ്രദ്ധിച്ചോ. അതായത് ടൈപ്സ് ഓഫ് റിലേഷനിൽ പറയുന്നത് 3 റിലേഷനാണുള്ളത്. ഓക്കെ, ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. ഓക്കെ, 2 ഭാഗം ഇതിനുള്ളൂ. ഫസ്റ്റ് ഭാഗത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് റിലേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ 3 ആളുകളാണുള്ളത്. ഒന്ന് സിമെട്രിക്. എല്ലാവരും നോട്ട് എഴുതിക്കുക, നോട്ട് എടുക്കടാ, നോട്ട് എടുക്കുക കേട്ടാ. സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റിലേഷനിൽ, ഇതിപ്പോൾ ഒരു R എന്ന് പറഞ്ഞൊരു റിലേഷനാണ്. ആ റിലേഷൻ എന്തോ പറഞ്ഞൊരു റിലേഷൻ, ആ റിലേഷൻ ഞാൻ ഉണ്ടാക്കി. അതിൽ 1 2 ഉണ്ട്, 2 1 ഉണ്ട്. ഇതാണ് നമ്മളുടെ നിലവിലുള്ള റിലേഷൻ വിചാരിച്ചോ. R എന്താടാ, 1,2 2,1 A, B ഓർഡേർഡ് പെയറിലാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, റിലേഷനുകളെ എഴുതുക കേട്ടോ. അപ്പോൾ 1,2 2,1 ഈ റിലേഷനിലാണ്. എന്നിട്ട് ഇത് സിമെട്രിക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സിമെട്രിക് ആണ്. റീസൺ, സിമെട്രിക് പറയുന്നത് ഇതാണ്, A, B ഇലോങ്സ് ടു റിലേഷൻ ആണെങ്കിൽ ഇംപ്ലൈസ് എന്തുണ്ടാവും, തിരിച്ച്
ബി കൊമ എ ഇലോങ്സ് ടു റിലേഷൻ. ഇങ്ങനെ വന്നാൽ നമുക്ക് എന്ത് പറയാം? സിമെട്രിക്കാ. എന്താ സാർ പറഞ്ഞ് മനസ്സിലായില്ല? നമ്മൾ പറഞ്ഞേ എ കൊമ ബി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 1,2. ഇഷ്ടമുള്ള എക്സാമ്പിൾ എടുക്കാം. 1,2. ഇത് നേരെ തല തിരിച്ച് എഴുതിയതാണ് എന്ത്? 2,1. അപ്പൊ എ കൊമ ബി റിലേഷനിൽ ഉണ്ടാവുക. ഇപ്പൊ 1,2 റിലേഷനിലുണ്ട്. അതിൽ തന്നെ തിരിച്ചും 1,2ന്റെ തിരിച്ചുള്ളത് ഫോർമാറ്റ് എന്താ? ബി കൊമ എ എന്ന് പറഞ്ഞാൽ 2,1. അതും ഇതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ റിലേഷൻ നമുക്ക് എന്തെന്ന് പറയാം? സിമെട്രിക് റിലേഷൻ ആണെന്ന് പറയാം. അപ്പൊ നമ്മുടെ എക്സാമിന് ചോദിക്കും ഇങ്ങനത്തെ ഒരു റിലേഷൻ ആയിട്ട് നമ്മളോട് ചോദിക്കും ഇത് സിമെട്രിക് ആണോ? വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. 1,2 ഉണ്ടെങ്കിൽ 2,1, 2,1 ഉണ്ടെങ്കിൽ 1,2, തിരിച്ചും മറിച്ചും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ റിലേഷൻ നിലവിൽ എന്താണ്? സിമെട്രിക് ആണ്. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അപ്പൊ ഇനി പ്രോബ്ലം വരുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇതിന്റെ ചെറിയൊരു ബേസ് നമുക്ക് കയ്യിൽ വേണം. അതുകൊണ്ടാണ് കേട്ടാ ഞാൻ പറഞ്ഞത് ഇതുവരെ ഐഡിയ ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത കോഴ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് തീരെ ഐഡിയ ഇല്ലെങ്കിലും ഈ ഒരു ഫോർമാറ്റ് ആവശ്യമുള്ള തിയറികൾ മാത്രം പഠിപ്പിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം ഈ ഫുൾ ക്വസ്റ്റ്യൻസ് നിങ്ങളെ ഞാൻ എന്ത് ചെയ്തുതരാം? സെറ്റ് ആക്കി തരാം കേട്ടോ. ഓക്കെ, രണ്ടാമത്തേതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ സിമെട്രിക് പഠിച്ചു. നെക്സ്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഫ്ലക്സീവ്. നോട്ട് എഴുതണം കേട്ടോ, നോട്ട് എഴുതണേ. റിഫ്ലക്സീവ്. റിഫ്ലക്സീവ് എന്താണ് സാറ് റിഫ്ലക്സീവ്? എടാ ഞാനൊരു റിലേഷൻ കാണിക്കാം. റിലേഷനിൽ സാറ് എടാ ഒരു റിലേഷൻ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് എലമെന്റുകൾ വേണം. നമ്മളിപ്പോൾ ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ അല്ലെ കല്ല് വേണ്ടേ? അതേപോലെ തന്നെ അല്ലെ വീട് ഉണ്ടാക്കണമെങ്കിൽ കുറേ ഇഷ്ടികളോ കല്ലുകളൊക്കെ വേണം. അതേപോലെ ഒരു റിലേഷൻ ഉണ്ടാക്കണമെങ്കിൽ കല്ലുകൾ വേണം. ആ കല്ലുകൾ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറയും. ആ കല്ല് ഇതാണ് 1, 2, 3. ഈ 3 കല്ല് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റിലേഷൻ ഉണ്ടാക്കാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ റിലേഷനിൽ ഒരു എക്സാമ്പിൾ ഞാൻ 1, 1 ഉണ്ട്, അതുപോലെ 2, 2 ഉണ്ട്, അതുപോലെ 3, 3 ഉണ്ട്, അതുപോലെ 1, 4 ഉണ്ട്, അതുപോലെ 4, 1 ഉണ്ട്. ഞാനൊരു ചുമ്മാ കുറച്ച് റിലേഷൻ ഉണ്ടാക്കി. അതിൻ്റെ റിലേഷൻ ചുമ്മാ എഴുതി ഉണ്ടാക്കി. ഒരു റിലേഷൻ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ടാവും. ഇവിടെ ഞാൻ ചുമ്മാ ഒരു റിലേഷൻ ഉണ്ടാക്കി നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഇത് റിഫ്ലക്സീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റിഫ്ലക്സീവ് ആണ്. സാർ എന്തുകൊണ്ടാണ് സാർ ഇത് റിഫ്ലക്സീവ് എന്ന് പറഞ്ഞത്? അപ്പോൾ റിഫ്ലക്സീവിൻ്റെ ജനറൽ ഫോർമാറ്റ് പറയുന്നത് എങ്ങനെയാണ്? എ എ, ബി ബി, സി സി, എക്സെട്ര എക്സെട്ര ഇലോങ്സ് ടു റിലേഷൻ. അതായത് നമ്മൾ റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ, കണ്ണാടിയിൽ നോക്കുന്ന നമ്പർ. അങ്ങനെ പഠിച്ചാൽ മതി. നിങ്ങൾ കണ്ണാടിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ നിങ്ങൾ കണ്ണാടി പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ തന്നെയല്ലേ കാണാം. ഇപ്പോൾ 1 എന്ന് പറയുന്ന നമ്പർ കണ്ണാടി പോയി നോക്കി ആരെ തന്നെ കാണാം? 1 കാണാം. അപ്പൊ റിഫ്ലക്ഷൻ ആ പേരിലുണ്ട് റിഫ്ലക്സീവ്. ഒരേപോലത്തെ സെയിം നമ്പറുകൾ. അതിൽ ജനറലി നമ്മൾ പറയുമ്പോൾ നമ്മൾ എ എ, ബി ബി, സി സി എന്ന് പറയും. അപ്പൊ നമ്മൾക്ക് ഉണ്ടാകാനുള്ള ഇഷ്ടിക അല്ലെങ്കിൽ കല്ല് ഓൾറെഡി എന്താണ്? 1 മുതൽ 3 വരെയുള്ള നമ്പറുകളാണ്. ഇതിൻ്റെയൊക്കെ റിഫ്ലക്സീവ് ഉണ്ടാകുന്ന നോക്ക്. 1ന്റെ റിഫ്ലക്സീവ് ആണ് 1, 1 ഉണ്ട്, 2ന്റെ റിഫ്ലക്സീവ് ആണ് 2, 2 ഉണ്ട്, 3യുടെ റിഫ്ലക്സീവ് ആണ് 3, 3 ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ റിലേഷൻ എന്തെന്ന് പറയാം? ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണെന്ന് ചോദിച്ചാൽ യെസ്, ആബ്സല്യൂട്ട്ലി റിഫ്ലക്സീവ് ആണ്. ഇനി ഇങ്ങോട്ട് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കണം. ഇതിൽ ഈ 3, 3 കണ്ട് മായ്ച്ചു കളഞ്ഞു. 3, 3 കണ്ട് മായ്ച്ചു കളഞ്ഞു. ഇപ്പൊ ഇത് റിഫ്ലക്സീവ് ആണോ ചോദിച്ചാൽ അല്ല. അപ്പൊ സാറേ 1, 1 ഉം 2, 2 ഉണ്ടല്ലോ. 1, 1 ഉം 2, 2 ഉണ്ടായിട്ട് മാത്രം കാര്യമല്ല, ഈ 3യുടെ റിഫ്ലക്സീവ് എലമെന്റ് കൂടെ 3, 3 കൂടെ വേണം. അപ്പോഴേ റിഫ്ലക്സീവ് ആവുള്ളൂ, പൂർണ്ണമായിട്ട് റിഫ്ലക്സീവ് ആവുള്ളൂ. അല്ലാണ്ട് 1, 2ന്റെ 1, 1ന്റെ 2, 2 ഉണ്ടെങ്കിൽ റിഫ്ലക്സീവ് ആവില്ല. നമ്മളുടെ ഇഷ്ടിക 1, 2, 3 3 നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് കട്ട ഉപയോഗിച്ചുകൊണ്ടാണ് റിലേഷൻ ഉണ്ടാക്കിയിരുന്നത്. ഈ കട്ടകളുടെ ഒക്കെ റിഫ്ലക്സീവ് എലമെന്റ് ഉണ്ടാവണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത്രയും മതി, തൽക്കാലം ഇത് മതി തിയറി. ഓക്കെ, ഇനി മൂന്നാമത്തതിലോട്ടാണ് നമ്മൾ പോകുന്നത്. ട്രാൻസിറ്റീവ്. പല ആളുകൾക്കും പേടിയായിട്ടുള്ള ഒരു സാധനമുണ്ടോ ട്രാൻസിറ്റീവ്? വളരെ സിമ്പിളാണ് ട്രാൻസിറ്റീവ്. ഇതിൽ നിന്നാണ് ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടോ, ഈ മോഡൽ ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. ട്രാൻസിറ്റീവ് നിങ്ങൾ നോക്കേണ്ടത് ജനറൽ ഫോം പറയുന്നത് എങ്ങനെയാണ്? എ കൊമ ബി ഇലോങ്സ് ടു റിലേഷൻ ആൻഡ് ബി കൊമ സി ഇലോങ്സ് ടു റിലേഷൻ. അതായത് 2 സെറ്റ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസിറ്റീവ് റിലേഷനുകൾ പറയാം. 2 സെറ്റുകൾ പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുക? ട്രാൻസിറ്റീവ് റിലേഷനുകൾ പറയാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അപ്പൊ നമുക്കൊരു റിലേഷൻ എടുക്കാം. ആർ എന്ന് പറഞ്ഞ റിലേഷൻ എടുക്കാണ്. 1, 2, 2, 1, 1, 1. ഞാൻ ഒരു റിലേഷൻ എടുത്തു. 1, 2, 2, 1, 1. ഞാൻ ചുമ്മാ എഴുതിണ്ടാക്കിയ റിലേഷനാണ്. ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണെന്നാണ് സാർ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഓർഡേഡ് പേർ നോക്കി നോക്കേ. എ കൊമ ബി ഇഷ്ടം പോലെ ഉണ്ടാവും. എ കൊമ ബി എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഓർഡേഡ് പേർ എല്ലാത്തിലും ഉണ്ടാവും. തിരിച്ച് 2 ഓർഡേഡ് പെയർ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇത് നമ്മൾ ചെക്ക് ചെയ്യാം, ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ഓർഡേഡ് പെയറിന്റെ സെക്കൻഡ് എലമെന്റ് ആണ് ബി. എങ്ങനെയാണ് സാറേ? ഒന്നാമത്തെ ഓർഡേഡ് പെയറിന്റെ സെക്കൻഡ് എലമെന്റ് ആണ് ബി. ഒന്നും കൂടെ പറയാം, ഒന്നാമത്തെ ഓർഡേഡ് പെയറിന്റെ സെക്കൻഡ് എലമെന്റ് ബി. ഈ ബി സ്റ്റാർട്ടിംഗ് ഉള്ള ഒരു പെയർ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഇത് ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് പരിഗണിക്കണം. അപ്പൊ ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യേണ്ടത് 2 ഓർഡേഡ് പെയറുകൾ എടുത്തിട്ടാണ്. ഒരു ഓർഡേഡ് പെയറിലെ സെക്കൻഡ് നമ്പർ ആയിരിക്കണം
അടുത്ത ഓർഡേർഡ് പെയറിന്റെ ഫസ്റ്റ് നമ്പർ. ഇങ്ങനെയുള്ള രണ്ട് ഓർഡേർഡ് പെയറുകൾ പരിഗണിക്കാം. എന്നിട്ട് അതിലെ ബിയും ബിയും ക്യാൻസൽ ചെയ്യുക. അതിലെ ബിയും ബിയും എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. നമുക്ക് പിന്നെ എന്താ ഉണ്ടാവുക? എ കോമ സി ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ ബി ബി ക്യാൻസലായി. അങ്ങനെയാണെങ്കിൽ പിന്നെ ഉണ്ടാവുക എന്താടാ? എ കോമ സി. അത് റിലേഷനിൽ ഉണ്ടാവണം. ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ഈ റിലേഷൻ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. സോ ഇവിടുത്തെ എക്സാമ്പിൾ നമുക്ക് പരിഗണിക്കാം. ഇവിടുത്തെ എക്സാമ്പിൾ പരിഗണിച്ചാൽ 1 2 ഇലോങ്സ് ടു റിലേഷൻ ആൻഡ് ആ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത റിലേഷൻ ഉണ്ട് 2 1 ഇലോങ്സ് ടു റിലേഷൻ അല്ലേ? ഇവിടെ നമുക്കറിയാം 2ഉം 2ഉം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 1 1 ഉണ്ടാവണം. നിലവിൽ ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഉള്ളത് കൊണ്ട് നമുക്ക് ഈ റിലേഷൻ എന്ത് എന്ന് പറയാം? ഇത് ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. ഉള്ളത് കൊണ്ട്. അപ്പോൾ ഉള്ളത് പോലത്തെ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതിയതാണ്. ഇല്ലാത്തതും വരാം. അപ്പോൾ സപ്പോസ് ഇത് 1 1 ഇല്ല, 1 1 ഇല്ലെങ്കിൽ ഇതെന്തല്ല? ഇവിടെ നോട്ട് ഇലോങ്സ് ടു ആവും. അപ്പോൾ നിലവിൽ അവിടെ എന്തുണ്ട്? നമ്മൾ എടുത്ത എക്സാമ്പിളിൽ എന്തുണ്ട്? 1 1 ഉണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മൾ പഠിക്കേണ്ടത്. ഇനി ലാസ്റ്റത്തെ ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട്. അതായത് ഈക്വാലൻസ്. സിമെട്രിക്കും ഇപ്പോൾ നമ്മൾ പഠിച്ച റിലേഷനാണ് ആദ്യം പഠിച്ചത്, സിമെട്രിക്ക്. രണ്ടാമത്തെ റിഫ്ലക്സീവ്. ഞാൻ ആർന്ന് എഴുതുന്നത് SRT. SRT. ഈ SRT കൂടി ചേർന്നാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഈക്വാലൻസ് വാലൻസ് റിലേഷൻ. ഈക്വാലൻസ് റിലേഷൻ SRT. അതായത് ഒരു റിലേഷൻ നമുക്ക് തരുന്ന ഒരു റിലേഷൻ കിട്ടി. ആ റിലേഷൻ റിഫ്ലക്സീവും ആണ്, സിമെട്രിക്കും ആണ്, ട്രാൻസിറ്റീവ് നാച്ചറും ആണെങ്കിൽ ആ റിലേഷൻ നമുക്ക് എന്ത് വിളിക്കാം? ഈക്വാലൻസ് റിലേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സിമെട്രിക്ക് പഠിച്ചു. എന്തൊക്കെയാണ് പറയാ ടൈപ്സ് ഓഫ് റിലേഷൻ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സിമെട്രിക്ക് പഠിച്ചു അല്ലേ? എ കോമ ബി ഇലോങ്സ് റിലേഷൻ തിരിച്ച് ബി കോമ എ ഉണ്ടെങ്കിൽ സിമെട്രിക് റിലേഷൻ ആണെന്ന് പഠിച്ചു. അതുപോലെ റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ മിററാണ്, ഒരേപോലത്തെ എ ബി ബി സി സി ഉണ്ടെങ്കിൽ നമുക്ക് റിഫ്ലക്സീവ് ആണെന്ന് പഠിച്ചു. ട്രാൻസിറ്റീവ് രണ്ട് ഓർഡേർഡ് പെയർ എടുത്തിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. അതിലെ ബിയും ബിയും ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ കോമ സി ഇലോങ്സ് റിലേഷൻ ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ട്രാൻസിറ്റീവ് എന്ന് വിളിക്കും. അവസാനം ഈക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ സിമെട്രിക്കും റിഫ്ലക്സീവും ട്രാൻസിറ്റീവും ഇത് മൂന്നും പാടെ കൂടി ചേർന്നാൽ ഈ റിലേഷൻ നമുക്ക് എന്തെന്ന് വിളിക്കാടാ? ഈക്വലൻസ് റിലേഷൻ എന്ന് പഠിക്കാം. ഇത് പഠിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് ഒരു ഏകദേശം ഒരു ഐഡിയ ധാരണ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ധാരണ മതി. നമ്മൾ ഇത് ഭയങ്കര ടോപ്പൊന്നും ആവണമെന്നില്ല പ്രോബ്ലം ചെയ്യാൻ. ഇതിൻ്റെ ഒരു ചെറിയൊരു ആശയം നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈ വരുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഓരോന്നായിട്ട് ഈ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സാമിന് എന്തൊക്കെയാണ് ചോദിക്കാന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് ഈ ടോപ്പിക്കിന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചോ. ലെറ്റ് ആർ ബി ബ്ലാ 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 സെറ്റ് എൻ ഓഫ് നാച്ചുറൽ നമ്പർ ഗിവൺ ബൈ ആർ ഈസ് ഈക്വൽ ടു എ കോമ ബി എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ ടു ബി ഗ്രേറ്റർ ദാൻ. ഒരു ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ. എ മൈനസ് ബി എന്താവണം? അതായത് നമ്മളൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എ മൈനസ് ബി 2 വലുതാവണം. പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്, ബി 3 വലുതാണോ ബി. അപ്പം നമുക്ക് ഓരോന്നും എടുത്ത് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഓർഡേർഡ് പേരാണല്ലോ 4 1. അതായത് ജനറലി എ ബി ചെക്ക് ചെയ്യാം. ഇവിടെ ദാറ്റ് ഈസ് 4 - 1 ഗ്രേറ്റർ ദാൻ 2 3 ഗ്രേറ്റർ ദാൻ 2. യെസ്, ഇത് കറക്റ്റാണ്. പക്ഷേ ഇത് ശരിയാണോ നോക്കണം. ബിയുടെ വാല്യൂ നിലവിൽ എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 ഗ്രേറ്റർ ദാൻ 3 ഇത് ഫോൾസാണ്. 3 വലുതല്ല 1. വാ പൊളിച്ചിരിക്കണമല്ലോ വലുത്. അപ്പോൾ ഈ 1 വലുതാണോ? ബി വലുതാണോ? ബി അല്ലേ വലുതാണോ? അല്ല. അപ്പോൾ ഇത് ഫോൾസ് ആയി. അപ്പോൾ രണ്ടാമത് അപ്പോൾ ഇതല്ല, ഇതിനെ നമുക്ക് ഒഴിവാക്കാം. ഇതല്ല, ഇതിനെ ഒഴിവാക്കാം. രണ്ടാമത്തെ കേസ് 5 8 എടുത്തു. 5 8 അതായത് ആദ്യമുള്ള ആൾ എ 5 8 ആദ്യമുള്ള ആൾ എ രണ്ടാമൻ ബി. അപ്പോൾ എ മൈനസ് ബി. അപ്പോൾ എന്ത് വരിക? 5 - സി ഗ്രേറ്റർ ദാൻ 2. 5 - 8 പറഞ്ഞാൽ -3. 2 വലുതാണ്. അല്ല, ഇത് ഇവിടെ തന്നെ തെറ്റി. -3 ചെറുതാണ്. ഇനി കൂടുതൽ ചിന്തിക്കണ്ട, അവിടെ തെറ്റി. അപ്പോൾ 8 7. അപ്പോൾ 8 - 7 ഗ്രേറ്റർ ദാൻ 2 1 ഗ്രേറ്റർ ദാൻ 2. അല്ല, ഇത് ഇവിടെ തന്നെ തെറ്റി അല്ലേ? 2 വലുതാണോ 1? അല്ല, അവിടെ തന്നെ പാളി. ഇനി 10 6. അപ്പോൾ മിക്കവാറും ഇതായിരിക്കണം. അതേപോലെ തന്നെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 6 എ ബി. ബി എത്രയാണ്? ബി ഗ്രേറ്റർ ദാൻ 3 എന്നാണ്. ബി ഇവിടെ എത്രയാണ്? 6 ഗ്രേറ്റർ ദാൻ 3. ഇത് കറക്റ്റാണ്. 10 - 6 എന്ന് പറഞ്ഞാൽ 4 ഇതും കറക്റ്റാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളുടെ സൊല്യൂഷൻ എന്താണ് വരിക? ഡി ആണ് നമ്മളുടെ എന്ത് കിട്ടുക ഉത്തരം. ഇതൊരു ബേസ് ക്വസ്റ്റ്യനാണ്, പ്രീവിയസ് ഇയർ വന്നൊരു ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എക്സാമിന് വരും ഇങ്ങനത്തെ ഇൻ്റലിജൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവണമെന്ന് മാത്രമാണ്. എല്ലാ ക്വസ്റ്റ്യൻസും പരമാവധി എക്സാമിന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ മേലെ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും പേടിക്കേണ്ട വരില്ല എന്നാണ് 100% എൻ്റെ വിശ്വാസം. 100% ആ രീതിയിൽ സാർ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവസാനം വരെ കണ്ടോ. ഇത് കൃത്യമായിട്ട് നിങ്ങൾ കാണുന്ന ഒരാളാണെങ്കിൽ റിലേഷൻ ഫംഗ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫുൾ മാർക്ക് തൂക്കിയെടുക്കാം കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് 1 2 3.
ആർ 1 to 2 1 ഈ സിമെട്രിക് ബട്ട് നെയ്തർ റിഫ്ലെക്സീവ് നോർ ട്രാൻസിറ്റീവ്. ഇത് ഏറ്റവും ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ബേസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രീവിയസ് ഇയറിനൊക്കെ വല്ലപ്പോഴും വരാം എന്ന രീതിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ബേസ് ആണ്. എന്നാലും നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ആർ ഈക്വൽ ടു 1 to ഇത് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമ്മൾ അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കൊരു ഉഷാറുണ്ടാവുള്ളൂ. ഈ ഒരു ആശയം കിട്ടിയാൽ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഇത് ഡയറക്റ്റ് 100% വരുന്നു എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. സാറ് 10-14 വർഷമായി മാത്സ് എടുക്കുന്നു. 14 വർഷം കടന്നു മാത്സ് എടുക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക എന്നുള്ളത് കൃത്യമായിട്ട് പ്രവചിക്കാം. അറിയാം, 100% അറിയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് വരുമോന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷേ ഇത് പഠിച്ചാൽ, ഇത് മനസ്സിലായാലാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനെ കണക്റ്റ് ആവുള്ളൂ. അതാണ് എക്സാമിന് വരിക കേട്ടോ. അപ്പോൾ 1 2 3 3 എലമെന്റ്സ് ആണുള്ളത്. 1 2 3 ഇവരുടെ ഒക്കെ ഇപ്പം എന്താ ക്വസ്റ്റ്യൻ? ഷോ ദാറ്റ് സെറ്റ് ഇഷ്ടിക തന്നു. 1 2 3 ഇഷ്ടിക ഉപയോഗിച്ചുകൊണ്ടാണ് റിലേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. 1 2 2 1 ഈ സിമെട്രിക്. ഇത് സിമെട്രിക് ആകുന്നു. വളരെ സിമ്പിൾ. 1 2 ഉണ്ട് 2 1 ഉണ്ട്. അപ്പോൾ സിമെട്രിക് നമുക്കറിയാം എന്താ ഡെഫിനിഷൻ. അപ്പോൾ ഡെഫിനിഷൻ ഒന്നും ഇവിടെ വേണ്ട. ഡെഫിനിഷൻ A, B belongs to relation, B, A belongs to relation അല്ലേ. ഇവിടെ നമ്മൾ അതൊന്നും വേണ്ട. നമ്മളിങ്ങനെ എഴുതിയാൽ മതി. 1, 2 belongs to relation implies that 2, 1 belongs to relation ഉണ്ടാവണം. ഇവിടെ ഉണ്ട്, അതുകൊണ്ട് belongs to എന്ന് എഴുതി. Therefore relation is symmetric. Therefore relation is symmetric. അതാണ് അതിന്റെ ഫൈനൽ ആൻസർ. Therefore relation is symmetric. ശരി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ സിമെട്രിക് ആണ്, നമ്മൾ കഴിഞ്ഞു. ഇനി നെയ്തർ റിഫ്ലെക്സീവ് നോർ ട്രാൻസിറ്റീവ്. റിഫ്ലെക്സീവും ആണോ? റിഫ്ലെക്സീവും അല്ല, ട്രാൻസിറ്റീവും അല്ല. ഈ നെയ്തർ നോറിന്റെ മീനിങ് ചില ആളുകൾക്ക് അതൊക്കെ കൺഫ്യൂഷനാണ്. നെയ്തർ നോർ രണ്ടുമല്ല കേട്ടോ. രണ്ടും അല്ല എന്നുള്ളതിന് രണ്ടുമല്ല, മലയാളത്തിൽ രണ്ടുമല്ല. അതിന് ഒരു പ്രയോഗമാണ് ഇംഗ്ലീഷിൽ നെയ്തർ നോർ കേട്ടോ, വേറെ ഒന്നുമല്ല, രണ്ടുമല്ല. അപ്പൊ സിമെട്രിക്കുമല്ല, സോറി റിഫ്ലെക്സീവുമല്ല, ട്രാൻസിറ്റീവുമല്ല. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ആദ്യം റിഫ്ലെക്സീവ് എന്ന് ഹെഡിങ് കൊടുക്കാം. എന്തുകൊണ്ടല്ല? നമ്മൾ എടുത്ത ഇഷ്ടിക എന്ന് പറഞ്ഞാൽ 1 2 3 ആണ്. 1 2 3യുടെ ഇഷ്ടിക കംപ്ലീറ്റ് റിഫ്ലെക്സീവ് എലമെന്റ് ഉണ്ടാവണം, മിറർ ഉണ്ടാവണം, ഒരേപോലത്തെ ഉണ്ടാവണം. ഇവിടെ ഉണ്ടോ? ഒന്നുമില്ല. ഒരു പേരിന് 1 1 പോലും ഇല്ല. അപ്പൊ 1 1 പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അല്ലാണ്ട് 1 1 2 2 3 3 എന്നൊന്നും എഴുതണമെന്നില്ല. ഇനിയിപ്പോൾ സപ്പോസ് ഇതിൽ 1 1 ഉണ്ട് 2 2 ഉണ്ട് 3 3 ഇല്ലെങ്കിൽ കഴിഞ്ഞില്ലേ? അപ്പോൾ 1 2 3യുടെ കംപ്ലീറ്റ് റിഫ്ലെക്സീവ് ഉണ്ടാവണം. അപ്പോൾ 1 1 ഇല്ല എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. Therefore relation is not എന്താടാ, ഇതിന്റെ ആവശ്യമുള്ളൂ കേട്ടോ ഈ പ്രോബ്ലം എഴുതാൻ. അല്ലാണ്ട് 1 1 2 2 3 3 നോട്ട് belongs to നോട്ട് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പറയട്ടെ കേട്ടോ. ഇങ്ങനെ എഴുതണം എന്നില്ല എന്ന് പറയാം. കാരണം ഇതിൽ ഏതെങ്കിലും ഒന്നുമില്ലാതിരുന്നാൽ മതി. അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എഴുതാം, നിങ്ങളുടെ ചോയ്സ് എക്സാമിന് കേട്ടോ. ഇനി അടുത്തതാണ് അതിൽ ട്രാൻസിറ്റീവ്. എടാ ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ നമുക്ക് 2 ഓർഡേർഡ് പെയർ ഉണ്ടാവണം. അങ്ങനത്തെ 2 ഓർഡേർഡ് പെയർ ഉണ്ടോ? ഒന്നാമത്തെ ഓർഡേർഡ് പെയർ അല്ലേ നമ്മൾ ട്രാൻസിറ്റീവ് പറഞ്ഞ A, B belongs to relation ആൻഡ് B ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന B, C belongs to relation. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ 2 ഓർഡേർഡ് പെയർ ഉണ്ടാവണം റിലേഷനിൽ. അപ്പോഴാണ് ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെ ഉണ്ടാവും, ഇവിടെ ഉണ്ട്. ഇവിടെ ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാനുള്ള ഓർഡേർഡ് പെയർ ഉണ്ട്. 1 2 belongs to relation ആൻഡ് അല്ലെ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത പെയറും ഉണ്ട് ഇതിൽ റിലേഷനിലുണ്ട്. സോ 2 2 ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? 2 2 ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 1 കിട്ടും. പക്ഷെ 1 1 റിലേഷനിലുണ്ട്. നമുക്ക് തന്ന റിലേഷനിൽ 1 2 2 1 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇല്ല എന്നുള്ള ഈ ഒരു വെട്ട് കൊടുക്കാം. നോട്ട് belongs to relation. Therefore relation is not എന്താടാ? റിലേഷൻ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. റിലേഷൻ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ഓക്കെ മക്കളെ, സെറ്റ് അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞു. ഇത് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിന് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലം ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ 1 2 3 given by. ഇത് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. 1 2 3 given by ആരെങ്കിൽ 1 1 2 2 3 3 1 2 2 1 റിഫ്ലെക്സീവ്. പറ റിഫ്ലെക്സീവ് ആണോ? ഇത് റിഫ്ലെക്സീവ് ആണെന്നാണ് അവർ പറയുന്നത്. 1 2 3 ആണ് നമ്മളുടെ ഇഷ്ടിക. ഇഷ്ടികയുടെ ഒക്കെ റിഫ്ലെക്സീവ് ഉണ്ടാ? ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് എഴുതിക്കോ. 1 1 2 2 3 3 belongs to relation. Therefore relation is അതിന് ആർന്ന് തന്നിട്ടാ റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്. Therefore relation is reflexive. സെറ്റല്ലേടാ? സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയാണ് നെയ്തർ സിമെട്രിക് നോർ. നെയ്തർ നോർ രണ്ടും അല്ല എന്നുള്ളത് അല്ലെ. നെയ്തർ നോർ അതാണല്ലോ. നെയ്തർ നോർ എന്താ നമ്മൾ പഠിച്ചു? സിമെട്രിക്. അപ്പോൾ ഹെഡിങ് എഴുതിക്കോ സിമെട്രിക്. അപ്പോൾ സിമെട്രിക്കിന് ഏത് ഓർഡേർഡ് പെയർ എടുക്കാം? 1 2 തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് 2 3 എടുക്കാം. 1 2 തന്നെ എടുത്ത് ചെക്ക് ചെയ്യണമെന്നില്ല, എല്ലാത്തിലും ഉണ്ടാവണം. 1 2 belongs to relation ഉണ്ട്, ഇംപ്ലൈസ് ദാറ്റ് 2 1 ഉണ്ടാവണം. 2 1 ഉണ്ടാ? 2 1 ഇല്ല. അതുകൊണ്ട് റിലേഷൻ ഈസ് നോട്ട് സിമെട്രിക്. എടാ ഇനിയിപ്പോൾ ഇതിലുണ്ടായിട്ട് കാര്യമില്ല, 2 3ലും ചെക്ക് ചെയ്യാം. 2 3 ലോങ്സ് തിരിച്ചുണ്ടാവണം, 3 2 വേണം കേട്ടോ. അതിനുമില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിയാൽ മതി കേട്ടാ.
കാരണം എല്ലാ ഓർഡേഡ് പേരിലും ഉണ്ടാവണം, ഒരെണ്ണത്തിൽ മാത്രം ഉള്ളത് കൊണ്ട് കാര്യമില്ല. അതിൻ്റെ ഉള്ളിലുള്ള എ ബിക്ക് ബി ഉണ്ടാവണം, 1 2 2 3 ഉണ്ടാവണം, 2 3ക്ക് 3 2 ഉണ്ടാവണം, അപ്പോഴേ സിമെട്രിക് ആവുള്ളൂ. ഓക്കെ, പിന്നെ 1 1 2 2 3 3 തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒരേ നമ്പറിനല്ലേ, കാര്യമില്ല. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് ഇതിൽ. എന്താണ്? ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യണം. എടാ എല്ലാ ഓർഡേഡ് പെയറിലും ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യണം, എല്ലാ ഓർഡേഡ് പെയറും. ഫസ്റ്റ് നമുക്ക് ഇല്ലാത്തൊരു ഓർഡേഡ് പെയറാണ് എപ്പോഴും എടുക്കേണ്ടത് കേട്ടോ. നമുക്ക് എപ്പോഴും ഇല്ലാത്തൊരു ഓർഡേഡ് പെയർ എടുത്തിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യാനാണ് ബെസ്റ്റ്. ഇപ്പോൾ 1 2 ഇതിലിപ്പോൾ നമുക്ക് ഇല്ലാത്ത എടുത്താൽ മതി, ഉള്ളത് എടുക്കണ്ട. കാരണം ഇല്ലാത്തത് കണ്ടുപിടിച്ച് എടുക്കുക എന്നുള്ളതാണ്. 1 2 2 3 നമുക്ക് എടുക്കാം. ഇതിലെ 2 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 1 3 ഉണ്ടോ നോക്കാം. 1 3 ഉണ്ടോ? 1 3 ഇല്ല, 1 3 ഇല്ല. therefore ഏതെങ്കിലും ഉള്ളത് മാത്രം എടുത്തിട്ട് കാര്യമില്ല, എല്ലാ പോസിബിൾ ഓർഡേഡ് പെയറിലും നമ്മൾ എന്ത് ചെയ്യണം? ഇത് ചെക്ക് ചെയ്യണം. അപ്പൊ നിലവിൽ എന്തല്ല, ഇല്ലാത്ത തന്നെ എടുത്താണ്ട് ചെക്ക് ചെയ്താൽ മതി കേട്ടാ. therefore r is not ട്രാൻസിറ്റീവ്. ഓക്കെ മക്കളെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. എടാ അടുത്ത ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ എക്സാമിന് കേട്ടോ. അതായത് നമുക്ക് ഇവിടെ റിലേഷൻ ഡയറക്റ്റ് തരൂല, റിലേഷൻ ഉണ്ടാക്കാനുള്ള ടൂൾ അവർ തരും. ഇപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് റിലേഷൻ r 1 2 2 1 1 3 3 ബ്ലാ 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 തന്നിക്കാം. ഇനി നമുക്ക് റിലേഷൻ നമുക്ക് ഡയറക്റ്റ് തരൂല, ഉണ്ടാക്കാനുള്ള ടൂൾ തരും. ടൂൾ മതി നമുക്ക് ഉണ്ടാക്കാം, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. സോ ടൂൾ ഇതാണ്, r സെറ്റ് ഓഫ് ഓൾ x, y ആണ്. y ഇവിടെ തന്നിട്ടുണ്ട് ഇക്വേഷൻ, y ഉണ്ടാക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, x + y ആണ് തന്നിട്ടുണ്ട്. y ഉണ്ടാക്കാനുള്ള ഇക്വേഷൻ എന്താ? x + y. 4നെ കാട്ടി ചെറുതാണ് x, 4നെ കാട്ടി ചെറുതാണ് x. അപ്പൊ 4നെ കാട്ടി ചെറുതായ എക്സുകളൊക്കെ ഒന്ന് പറഞ്ഞേ, നമുക്കൊരു ലിസ്റ്റ് എടുക്കാം. 4നെ കാട്ടി ചെറുതായ x ലെസ് ദാൻ 4, 4നെ കാട്ടി വാ പൊളിച്ചിരിക്കുന്നത് 4 വലുത്. അപ്പൊ x എന്ന് പറഞ്ഞാൽ 4നെ കാട്ടി ചെറുത്, ഓരോന്ന് പറ. അപ്പോൾ പക്ഷെ അതെന്തായിരിക്കണം? അപ്പോൾ ചെറുതെന്ന് പറയുമ്പോൾ മൈനസ് ഇൻഫിനിറ്റ് എന്ന് നമ്പർ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അതിന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞു നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന 1 2 3 ആണ് അല്ലെ. അപ്പോൾ x 1, അങ്ങനെയാണെങ്കിൽ y എത്രയാ അവിടെ? 1 + 5, നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും. ഇനി x 2, അപ്പോൾ y എത്ര കിട്ടൂടാ? 2 + 5 എത്ര കിട്ടൂടാ? 7 കിട്ടും. x 3, y എത്ര കിട്ടൂടാ? 3 + 5 എത്ര കിട്ടൂടാ? 8 കിട്ടും. ഇനി x 4 എടുക്കാൻ പറ്റില്ല, കാരണം x എടുക്കാൻ പറ്റില്ല, 4നെ കാട്ടി താഴെ എടുക്കാൻ പാടുള്ളൂ എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആൻസർ നമുക്ക് സെറ്റ് ചെയ്യാം, റിലേഷനെ സെറ്റ് ചെയ്യാം. പറഞ്ഞോ എന്തൊക്കെയാണ്? x, y എന്നല്ലേ ഓർഡേഡ് പേര്. അപ്പോൾ ആദ്യം എക്സും പിന്നെ വൈയും. അപ്പോൾ എന്താ? 1, 6. അടുത്തെന്താടാ? 2, 7. അടുത്തെന്താടാ? 3, നല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഇത് ഒറ്റയടിക്കേണ്ട എഴുതാവുന്ന കാര്യമുള്ളൂ. റിലേഷൻ ഒറ്റയടിക്കേണ്ട എഴുതിയെടുക്കാനൊക്കെ പറ്റും. അതെല്ലാം നല്ല പ്ലാൻഡ് അല്ല. നിങ്ങളൊരു ബിലോ അല്ലെങ്കിൽ ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ അത് സാറ് ചെയ്ത് അതേപോലെ ചെയ്താൽ മതി. അതെല്ലാം കുറച്ച് റേഞ്ചൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ റിലേഷൻ എഴുതിയാൽ മതി, ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് കുട്ടികൾ മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ സാധാരണ കുട്ടികളെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇനി ഓരോന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ റിലേഷൻ കിട്ടി, ഇനി പഴയ പോലെ നേരത്തെ പോലെ ചെക്ക് ചെയ്യാം. ഇപ്പോൾ റിലേഷൻ കിട്ടി, ഇനി പഴയ പോലെ ചെക്ക് ചെയ്യാം. ഓരോന്ന് പറയാം. റിഫ്ലെക്സീവ് ആണെന്നാണ് പറയുന്നത്. റിഫ്ലെക്സീവ് ആണെങ്കിൽ ഇത് റിഫ്ലെക്സീവ് ആണോ? ഒരിക്കലും റിഫ്ലെക്സീവ് ആവില്ല. ഇവിടെ സെറ്റ് ഓഫ് ഒന്നുമില്ല, 1 6 2 7 3 8, അത് റിഫ്ലെക്സീവ് അല്ല, നോട്ട് റിഫ്ലെക്സീവ്. അറ്റ്ലീസ്റ്റ് 1 1 പോലും ഇല്ല, ഒരു 1 1 പോലും ഇല്ല. ഓക്കെ, 1 1 നോട്ട് ബിലോങ്സ് റിലേഷൻ, therefore r ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഇത് റിഫ്ലെക്സീവ് അല്ല. ഇനി സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. സിമെട്രിക് ആണോ? ഒരിക്കലും സിമെട്രിക് അല്ല. കാരണം എന്താ? കാരണം 1 6 ഉണ്ട് അല്ലേ, സിമെട്രിക് നേടിയും കൊടുത്തു. 1 6 ഇലോങ്സ് ടു റിലേഷൻ ആണെങ്കിൽ 6 1 നോട്ട് ഇലോങ്സ് ടു റിലേഷൻ ആണ് അല്ലേ. 6 1 ഇല്ലല്ലോ, തിരിച്ച് 6 1 ഇല്ലല്ലോ. അതുകൊണ്ട് ഇത് എന്തല്ല, നോട്ട് റിലേഷൻ ഈസ് നോട്ട് സിമെട്രിക്. റിലേഷൻ ഈസ് നോട്ട് സിമെട്രിക്. ഏതെങ്കിലും ഒരെണ്ണം ഇല്ലാതെ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ 2 7 ആണെങ്കിൽ 7 2 ഇല്ല, ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇല്ലാതായാൽ മതി. ഇനി ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് 2 ഓർഡേഡ് പെയർ വേണം അല്ലേ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 2 ഓർഡേഡ് പെയർ വേണം. ഇവിടെ ശ്രദ്ധിച്ച 2 ഓർഡേഡ് പെയർ ഉണ്ടാവും. ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ടോപ്പിക്കിൽ പഠിക്കേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സാർ പറഞ്ഞത്. പല ആളുകളും തെറ്റിക്കുന്നതാണ്. ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാൻ 2 ഓർഡേഡ് പെയർ ഇല്ല. എന്താണ് ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാൻ ഇവിടെ ഇഷ്ടം പോലെ ഓർഡേഡ് പെയർ ഉള്ള സാറേ. നോക്കൂ, ഒന്നാമത്തെ ഒരു പെയറിലെ രണ്ടാമത്തെ എലമെന്റ് സ്റ്റാർട്ടിങ്ങിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 2 7 ആണെങ്കിൽ 7 ഇല്ല, 8 ഉള്ളതില്ല. അങ്ങനെ ഒരു സങ്കടത്തിലാണ് നമ്മൾ എടുക്കുന്നത്. ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാൻ 2 ഓർഡേഡ് പെയർ ഇല്ല എന്നുള്ള സങ്കടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ 2 ഓർഡേഡ് പെയറിലെങ്കിൽ ഡസ് നോട്ട്, ഇതിൻ്റെ ആൻസർ ആണ് ഡസ് നോട്ട് കണ്ടെയ്ൻ, ഇതിങ്ങനെ തന്നെ എഴുതണോട്ടോ എക്സാമിന്, എനി ഓർഡേഡ് പെയർ ലൈക്ക് നമ്മൾ കോമൺ ഭാഷ മതി കേട്ടാ. ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ഓർഡേഡ് പെയർ ലൈക്ക് എങ്ങനത്തെ എ കൊമ ബിക്ക് പറയാം x, y എന്നൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് a, b മതി. a, b ബിലോങ്സ് ടു റിലേഷൻ ആൻഡ്
ബി കോമ സി ബിലോങ്സ് ടു റിലേഷൻ. അല്ലാത്തവർക്ക് ഇത് എങ്ങനെ എഴുതാ വെച്ചാൽ എക്സ് കോമ വൈ ബിലോങ്സ് ടു റിലേഷൻ ആൻഡ് വൈ കോമ സെഡ് ബിലോങ്സ് ടു റിലേഷൻ. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ സാർ എന്തിനാണ് അപ്പോൾ എ കോമ ബി എഴുതിയാൽ പോരെ? ഞാൻ എഴുതാൻ കാരണം എന്താ വെച്ചാൽ ഇത് ടെക്സ്റ്റ് പാറ്റേൺ എഴുതുന്നതാണ്. ഇവിടെ എക്സും വൈയും തന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാറ്റേൺ സ്വീകരിച്ചത് കേട്ടോ. അപ്പോൾ ഇത് എഴുതുന്നതാണ് സ്റ്റാൻഡേർഡ്. ഇങ്ങനെ എഴുതിയാലും നിങ്ങളെ മാർക്കൊന്നും പോകില്ല, ഒരു കാരണവശാലും മാർക്ക് പോകില്ല. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് ഓഡിയേഡ് പെയർ ഇവിടെ ഇല്ല എങ്കിൽ പഠിച്ചോ രണ്ട് ഓഡിയേഡ് പെയർ ഇല്ല എങ്കിൽ റിലേഷൻ എന്താണ്? റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ പല ആളുകളും ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. സാർ എന്താ പറഞ്ഞത് രണ്ട് ഓഡിയേഡ് പെയർ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇത് ചെക്ക് ചെയ്യുമ്പോൾ ബി ബി ക്യാൻസൽ ആയിട്ട് എ സി ഇല്ലെങ്കിലല്ലേ. രണ്ട് ഓഡിയേഡ് പെയർ എടുത്തിട്ട് ആ ബി ബി ക്യാൻസൽ ആകുമ്പോൾ ശ്രദ്ധിച്ചാൽ രണ്ടോട് ബി ബി ക്യാൻസൽ ആയിട്ട് എ സി ഇല്ലെങ്കിൽ ഇത് ട്രാൻസിറ്റീവ് അല്ല. എ സി ഉണ്ടെങ്കിൽ ട്രാൻസിറ്റീവ് ആണ്. എന്നാൽ അങ്ങനത്തെ രണ്ട് ഓഡിയേഡ് പെയർ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓൾറെഡി ആ റിലേഷൻ ട്രാൻസിറ്റിവിറ്റിയിലാണ് എന്ന് നിങ്ങൾ പഠിക്കും. ട്രാൻസിറ്റീവ് ആണ് ഈ റിലേഷൻ എന്ന് നിങ്ങൾ പഠിക്കും. കണ്ണിങ് ആയിട്ട് ഇങ്ങനെ പഠിക്കും. ഓക്കെ, ശരിയായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എങ്കിലേ വരുള്ളൂ. വേണ്ട. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ റിലേഷൻ ബ്ലാ 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 1 2 3 4 5 6 ഡിഫൈൻ എ ഡിവൈഡ്സ് ബി റൈറ്റ് ദി ഓൾ ദി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് ഇവിടെ റിലേഷൻ തന്നിട്ടുണ്ട് എ 1 2 3 4 5 6 ഡിഫൈൻഡ് ബൈ ആർ ഇക്വൽ ടു എ കോമ ബി എ ഡിവൈഡ്സ് ബി. അപ്പോൾ റിലേഷൻ ഉണ്ടാക്കാനുള്ള ടൂൾ ഇവിടെ തന്നിരിക്കുകയാണ്. റിലേഷൻ നമ്മൾ ഉണ്ടാക്കിക്കോണം. വളരെ സിമ്പിൾ റിലേഷൻ. എ ഡിവൈഡ്സ് ബി. എ ഡിവൈഡ്സ് ബി എന്നാണ് നമ്മുടെ ടൂൾ. ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്തുണ്ടാക്കേണ്ടത്? റിലേഷൻ ഉണ്ടാക്കേണ്ടത്. സോ റിലേഷൻ നമുക്ക് ഇവിടെ എഴുതാം. ആർ ഈക്വൽ ടു നമുക്ക് എഴുതാനുള്ള പാത്രം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സെറ്റാക്കി വെക്കാം. ആദ്യമേ വലിയൊരു പാത്രമൊക്കെ നമുക്ക് സെറ്റാക്കി വെക്കാം. റിലേഷൻ കിട്ടാൻ പോകുന്ന പാത്രം. സോ ഇക്വേഷൻ എന്താടാ? എ ഡിവൈഡ്സ് ബി ആണ്. ഓക്കെ, അപ്പൊ സാറേ ഈ എയും ബിയും എവിടുന്ന് എടുക്കുക? അതിനാണ് നമുക്ക് ഈ സാധനം തന്നിട്ടുള്ളത് 1 2 3 4 5 6. ഈ നമ്പറുകൾ ഇതാണ് ഇഷ്ടിക. ഈ ഇഷ്ടിക ഉപയോഗിച്ചും കൊണ്ട് വീടുണ്ടാക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ ഇഷ്ടികയിലെ ഓരോ പീസ് എടുക്കുക. ആദ്യം 1 ഡിവൈഡ്സ് നമുക്കറിയാം 1 പറ്റും, 2 പറ്റും, 3 പറ്റും, 4 പറ്റും, 5 പറ്റും, 6 പറ്റും. സാർ വാട്ട് ഈസ് ടോക്കിംഗ്? 1 കൊണ്ട് എന്താ അതൊക്കെ ഡിവൈഡ് ചെയ്യാം? ആടാ 1 by 1 1 ആണ്, 2 by 1 2 ആണ്, 3 by 1 3 ആണ്, 4 by 1 4 ആണ്, 5 by 1 5 ആണ്, 6 by 1 6 ആണ്. അപ്പൊ എല്ലാ നമ്പറുകളും നമുക്ക് എന്ത് ചെയ്യാം? എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1 കൊണ്ട് 1 2 3 4 5 6 കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സർ അങ്ങനെയാണെങ്കിൽ 2 കൊണ്ട് എന്ന് പറയാം. 2 എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈവൺ നമ്പർ മാത്രമേ പറ്റുള്ളൂ. ഏത്? 2 പറ്റും, 4 പറ്റും, 6 പറ്റും. എക്സാക്ട്ലി ഇത് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 2 by 2 2, 4 by 2 2, 6 by 2 2 by 2 1 അല്ലെ, 4 by 2 2, 6 by 2 3. എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഈ ഈവൺ നമ്പേഴ്സ് ഉള്ളൂ. സർ അങ്ങനെയാണെങ്കിൽ 3 divides by 3 6 അല്ലേ? ആണ് മോനെ. 4 divides by സാറേ 4 ഓൺലി അല്ലേ ആവുള്ളൂ? ആണ്. 5 divided by നീ കാണുന്നുണ്ടാ? 4 വരെ കാണുന്നുണ്ട്. 4 divides by 4. അങ്ങനെയാണെങ്കിൽ സാർ ഇവിടെ തൽക്കാലം എഴുതട്ടാ. 4 divides എന്താടാ? 4 ഓൺലി. 5 divides 5 ഓൺലി. 6 divides 6 ഓൺലി. മേലൊക്കെ എഴുതിക്കണേ, നിങ്ങൾ താഴത്തേക്ക് എഴുതിയാൽ മതിട്ടാ. സാർക്കവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എഴുതി. 4 divides 4, 5 divides 5, 6 divides 6. എടാ ഇത് ഇങ്ങനെ എഴുതാം. എ കോമ ബിയിൽ എഴുതണം. നോക്ക്, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടടാ അത് എ കോമ ബിയിലാണ് എഴുതേണ്ടത്. എ കോമ ബി. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തത് എയും രണ്ടാമത്തൊക്കെ എന്താടാ? ബിയും ആണ്. അപ്പോൾ പറഞ്ഞേടാ എല്ലാം കൊടുക്കാം. ഫസ്റ്റ് 1 1 1 2 1 3 1 4 1 5 1 6. അപ്പം എന്ത് പറയടാ? എ കോമ ബി 1 1 1 2 1 3 1 4 1 5 1 6. നെക്സ്റ്റ് 2 2 2 4 2 6 2 2 2 4 2 6. അടുത്ത് എന്താടോ വരിക? 3 3 3 6. സാർ അടുത്ത് 4 4 അല്ലേ? ആണ്. 5 5 അല്ലേ? ആണ്. 6 6 അല്ലേ? ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുക കൃത്യമായിട്ടുള്ള റിലേഷൻ. ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ. നമ്മളോട് ഒന്നാമത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? കൃത്യമായിട്ട് നമ്മൾ റിലേഷൻ കണ്ടെത്തിയിരിക്കുന്നു. റൈറ്റ് ഓൾ ദി എലമെന്റ് ഓഫ് ആർ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. റൈറ്റ് ദി ഓൾ ദി എലമെന്റ് ഓഫ് ആർ കണ്ടെത്തിയിരിക്കുന്നു. ഇനി രണ്ടാമത് നല്ല രസമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ രണ്ടാമത് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ നമ്മൾ ഇങ്ങനെ കാണാൻ പോകാൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ആർ ഈസ് റിഫ്ലെക്സീവ്. ആർ റിഫ്ലെക്സീവ് ആണോ? റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ മിറർ റിഫ്ലക്ഷൻ 1 1 2 2 3 3 6 ഇഷ്ടികയുള്ളത്. അതിനൊക്കെ റിഫ്ലെക്സീവ് എലമെന്റ് ഉണ്ടാവണം. സാറേ എല്ലാത്തിലും ഉണ്ട് അല്ലേ? 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്, 5 ഉണ്ട്, 6 സെറ്റ് അല്ലെ? ഏതെങ്കിലും ഒന്ന് മിസ്സിംഗ് ആണെങ്കിൽ നടക്കൂല കേട്ടോ. ഏതെങ്കിലും ഒന്ന് മിസ്സിംഗ് ആണെങ്കിൽ നടക്കൂല. ഭാഗ്യത്തിന് 1 1 ഉണ്ട്. ഇവിടെ അങ്ങനെ എഴുതണം. 2 2 ഉണ്ട്, 3 3 4 4 5 5 6 6 belongs to relation. Therefore relation is reflexive. അത് സെറ്റായി. റിലേഷൻ ഈസ് റിഫ്ലെക്ട്. എല്ലാ എലിമെന്റ്സ് എല്ലാ ഓർഡേഡ് പെയർ ഉണ്ടാവണം കേട്ടോ. എല്ലാ ഓർഡേഡ് പെയർ ഉണ്ടാവണം. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ആർ ഈസ് എൻ ഈക്വലൻസ് റിലേഷൻ.
ഈക്വലൻസ്. സാർ വാട്ട് ഈസ് ദാറ്റ്? ഈക്വലൻസ് നമ്മളിവിടെ പഠിക്കുന്നു. എവിടെ പറഞ്ഞതാ? SRT. ഒരു റിലേഷൻ സിമെട്രിക് ആവണം, റിഫ്ലെക്സീവ് ആവണം, ട്രാൻസിറ്റീവ് ആവണം. അപ്പം എന്താണ് റിഫ്ലെക്സീവ് ആണ്? നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇനി അത് പറ്റൂല. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ അലമ്പൻ അല്ലെ? ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാൻ പോകും അലമ്പ. സിമെട്രിക് ചെക്ക് ചെയ്യാൻ സിമ്പിളാ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? സിമെട്രിക് ചെക്ക് ചെയ്യലാണ് ഏറ്റവും എളുപ്പം അല്ലേ? നമുക്ക് എളുപ്പമുള്ളതല്ലേ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ടഫുള്ളത് നമുക്ക് നടക്കൂലടാ. നമുക്ക് സിമെട്രിക് ചെക്ക് ചെയ്യാം. കാരണം എന്താ? സിമെട്രിക് അല്ല എങ്കിൽ രക്ഷപ്പെട്ടില്ലേ? നോക്കാം. എടാ സിമെട്രിക് ചെക്ക് ചെയ്യാൻ 1 2 എടുക്കാം, അല്ലെങ്കിൽ 1 3 എടുക്കാം, 1 4 എടുക്കാം, 1 5 വാട്ട് എവർ നമ്പർ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ 1 2 ആണ് എടുക്കുന്നത്. 1 2 ഇലോങ്സ് ടു റിലേഷൻ. തിരിച്ച് 2 1 ഇലോങ്സ് ടു റിലേഷൻ ഉണ്ടോ? ഇല്ല. അയ്യോ ഇല്ല സാറേ. അപ്പോൾ നോട്ട് ഇലോങ്സ് റിലേഷൻ. ദെർഫോർ R ഈസ് നോട്ട് സിമെട്രിക്. അല്ല, സിമെട്രിക് അല്ലെങ്കിൽ. കാരണം ഈക്വലൻസ് പറയുന്നത് എന്താണ്? ഒരു റിലേഷൻ സിമെട്രിക് ആവണം, റിഫ്ലെക്സീവ് ആവണം, ട്രാൻസിറ്റീവ് ആവണം. ഇവിടെ ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ സിമെട്രിക് അല്ല. ഏതെങ്കിലും ഒന്ന് വാലിഡേറ്റ് ചെയ്താൽ ഇത് എന്താവില്ല? ബാലൻസ് ആവൂല. അപ്പൊ അതുകൊണ്ട് പറയാം therefore R ഈസ് നോട്ട് ഈക്വലൻസ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ചോദിക്കുന്ന വളരെ വളരെ നിർണായകമായ ക്വസ്റ്റ്യൻ ആണ്. നന്നായി പഠിച്ചോളുണ്ട് കേട്ടോ. 4 മാർക്ക് കിട്ടും. എടാ ഇനിയാണ് ഈ ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്രാവശ്യം നമുക്ക് ഓൾറെഡി മോഡലിൽ വന്നത്. പല ആളുകളും തെറ്റിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് ടെക്സ്റ്റ് ബുക്കിന്റെ ആക്ടിവിറ്റിയിൽ നിന്നും വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് പല ആളുകളും എന്ത് ചെയ്തിട്ടുള്ളത്? എക്സാമിന് തെറ്റിച്ചത്. വളരെ വളരെ നിർണായകമായ ക്വസ്റ്റ്യൻ ആണിത്. പക്ഷേ ഇത് വളരെ സിമ്പിൾ ആയിട്ട് സാറ് പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് ഇപ്രാവശ്യം വന്നത്. x - y is an integer. ഇവിടെ a - b is a multiple of 4 എന്നാണ്. ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ് കേട്ടോ. അപ്പോൾ സാറേ ഇത് എങ്ങനെ കാണും സാർ? ഞങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞോട്ടോ സാറേ. ഇത് ഞങ്ങൾക്ക് ഭയങ്കര ടഫാണ്. പല ആളുകൾക്ക് ഇത് പേടിയാണ് സാർ. ട്രിക്കിൽ ഇത് നിങ്ങൾ പഠിപ്പിച്ചുതരാം. നിങ്ങൾ എക്സാമിന് ഈക്വാലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ 3 റിലേഷൻ കൂടിയതല്ലേ? ഏതൊക്കെ? സിമെട്രിക്, റിഫ്ലെക്സീവ്, ട്രാൻസിറ്റീവ് അല്ലേ? SRT, SR + T. അപ്പോൾ നിങ്ങൾ ആദ്യം സമാധാനമായിട്ട് എന്ത് ചെയ്യുക? എളുപ്പമുള്ളത് ആദ്യം എഴുതാം. റിഫ്ലെക്സീവ്. സാറേ ഞങ്ങൾക്ക് സിമെട്രിക് എളുപ്പം, എന്നാൽ സിമെട്രിക് എഴുതിക്കോ. അപ്പോൾ സാറ് റിഫ്ലെക്സീവ്. ഏറ്റവും ഇതിലെളുപ്പം റിഫ്ലെക്സീവ് എഴുതുന്നതാണ്. ഇപ്പോൾ a - b is a multiple of 4. നമ്മൾ റിലേഷൻ ഉണ്ടാക്കണം. റിലേഷൻ ഉണ്ടാക്കാനുള്ള ഇക്വേഷനാണ് ഇവർ തന്നുള്ളത്. 0 മുതൽ 16 വരെ a - b is a multiple of 4 എഴുതുക എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമല്ല. പ്രാക്ടിക്കലി റിലേഷൻ നമുക്ക് എഴുതാൻ പറ്റില്ല. പ്രാക്ടിക്കലി റിലേഷൻ സെറ്റ് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ റിലേഷൻ സെറ്റ് എഴുതാണ്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. റിലേഷൻ സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളാണെന്ന് എനിക്ക് മനസ്സിലായി അല്ലേ? ഇത് രണ്ടാമത്തെ ഭാഗമാണ് ഇതിൻ്റെ. റിലേഷൻ സെറ്റ് നമുക്ക് ഉണ്ടാക്കാനുള്ള ടൂള് തന്നിട്ടുണ്ട്. പക്ഷേ അത് റിലേഷൻ എഴുതൽ പ്രയാസമാണ്, നല്ല എളുപ്പമല്ല. കാരണം a - b is a multiple of 4 വരുന്ന a - b ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 4 വരുന്ന എക്സാമ്പിൾ എടുക്കണം. നമുക്ക് 1-2 എക്സാമ്പിളുകൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ 5, -1. ഇപ്പോൾ 5 1 എന്ന് പറയുന്ന ഒരു ഓർഡേഡ് പേർ എടുക്കുക. അത് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനാണ്. എക്സാമിന് ഇതുപോലെ ഓർഡേഡ് പേർ ഒന്നും നിങ്ങൾ എടുക്കണ്ട. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. ആൻസർ കീ എങ്ങനെ എഴുതണമെന്ന് ഞാൻ പറഞ്ഞുതരാറുണ്ട്. ഇപ്പോൾ 5, 1 a, b ആണല്ലോ. ആ 5ഉം 1 ഒക്കെ ഇതിലുള്ളതാണല്ലോ. 0 മുതൽ 16 വരെയുള്ള നമ്പറിലുള്ളതാണല്ലോ. ഇഷ്ടികയാണല്ലോ 5ഉം 1ഉം. അപ്പോൾ 5, 1 എടുക്കാം. റീസൺ കാരണം 5, 1 എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോ, 5, 1 എടുത്താൽ 5 - 1 ദാറ്റ് ഈസ് a - b. നമ്മുടെ ഇക്വേഷൻ എന്താ? a - b is a multiple of 4 എന്നല്ലേ? മൾട്ടിപ്പിൾ ഓഫ് 4 എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ 5 - 1 എന്താ വരിക? അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? പറ 5 - 1 എന്ന് പറഞ്ഞാൽ 4 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. യെസ്. അപ്പോൾ അതുകൊണ്ട് ഈ ഓർഡേഡ് പേരിൽ 5, 1 ഉണ്ടാവും. ഷുവർ ആണ്. തിരിച്ച് 1, 5 ഉണ്ടാവുമോ? അതുണ്ടാവും. കാരണം 1 - 5 ചെയ്താൽ എന്താ കിട്ടുക സാറേ? 1 - 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക a - b. ഇപ്പോൾ പല ഡൗട്ടാണ് ഇത് ചില ആൾക്കാർ. ഇത് a, ഇത് b. അപ്പോൾ സാറേ a - b അല്ലേ ചെയ്യാൻ പറഞ്ഞുള്ളത്? അപ്പോൾ എന്താ പറയുക, a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലേ? 1 - 5 സാറെ കിട്ടുക -4 അല്ലേ? -4 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. യെസ്, -4 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. 4ന്റെ ഗുണിതാണ്. -4 ആണെന്ന് വെച്ചിട്ട് എന്താ കുഴപ്പം? മനസ്സിലായ? -1 × 4 എന്താ? -4 അല്ലേ? -2 × 4 എന്താ? -8 അല്ലേ? അപ്പോൾ -8 വന്നാലും 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പം അങ്ങനെ കൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. അതായത് ഈ റിലേഷനിൽ 5, 1 എന്ന് പറയുന്ന ഒരു ഓർഡേഡ് പെയർ ഉണ്ടെങ്കിൽ ഈ റിലേഷനിൽ ഗ്യാരണ്ടിയാണ് 1, 5 ഉണ്ടായിരിക്കും. മനസ്സിലായ? അല്ലാണ്ട് ചുമ്മാ തോന്നിയ. ഫോർ എക്സാമ്പിൾ ഇതിൽ ആര് വരൂല? പല ആളുകളും ഡൗട്ടാണ്. ഇവിടെ എന്ത് വരൂല? ചില ആളുകൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കും, സാർ ഇവിടെ 2 - 3 ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ അങ്ങനെ ഒരു ഓർഡേഡ് പെയർ വരില്ലടോ. കാരണം 2, 3 എങ്ങനെ വരിക? കാരണം a - b ചെയ്താൽ 2 - 3 -1 -1 is a multiple of 4. നോ. അതുകൊണ്ട് 2, 3 റിലേഷനിൽ വരാൻ പോകുന്നില്ല. ഈ റിലേഷനിൽ ഇങ്ങനെ 2, 3 എന്ന് പറയുന്ന റിലേഷൻ ഇതിൽ ഒരു ഓർഡേഡ് പെയർ ഉണ്ടാവില്ല.
ഉള്ള ഓർഡേഡ് പെയർ 5,1 ഉണ്ടാവും. അപ്പൊ തിരിച്ച് 1,5 ഉണ്ടാവും. അപ്പൊ നമ്മൾ ട്രിഗർ ചെയ്യണം, ഇത് ആക്ച്വലി എന്താണ്, സിമെട്രിക് ആണ്. 1,5 ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 5,1 ഉണ്ട്, 5,1 ഉണ്ടെങ്കിൽ 1,5 റിലേഷനിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ റിലേഷൻ a - b is a multiple of 4 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്ന ഓർഡേഡ് എലമെന്റ്സുകൾ 100% അത് സിമെട്രിക് ഇൻ നേച്ചർ ആയിരിക്കും. പിന്നെ ഒരു ഡൗട്ട് വരുന്നത് എന്താ വെച്ചാൽ റിഫ്ലക്സീവ് ആണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റിഫ്ലക്സീവ് ആണല്ലോ, റിഫ്ലക്സീവ് അല്ലേ, റിഫ്ലക്സീവ് ആണെന്നാണല്ലോ നമ്മൾ ആദ്യം നോക്കുന്നത്, റിഫ്ലക്സീവ്. അപ്പൊ റിഫ്ലക്സീവ് ആണോ എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക, ഇപ്പോ ഒരേപോലത്തെ നമ്പറുകൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. പല ആളുകൾക്കുള്ള ഡൗട്ടാണത്. ആക്ച്വലി ഇത് എന്താണ്, റിഫ്ലക്സീവ് ആണ്. അത് സാറേ എങ്ങനെ സാർക്ക് മനസ്സിലായത്? നോക്ക്, 0 മുതൽ 16 വരെ നമ്പർ ഉള്ളത് ഒരേപോലത്തെ നമ്പറുകൾ റിലേഷനിൽ ഉണ്ടാവുമോ എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് 0 0 ഉണ്ടാവുമോ, 1 1 ഉണ്ടാവുമോ, 2 2 2 ഉണ്ടാവുമോ ഈ റിലേഷൻ്റെ ഉള്ളിൽ നിന്നാണ്. ഉണ്ട്. കാരണം a - b ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന ഇക്വേഷൻ. അപ്പോൾ 1 - 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. 1 - 1 0 അല്ലേ സാറേ, 0 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. വാട്ട്, എന്ത് തേങ്ങയാണ് പറയുന്നത് അല്ലേ? ആണ്. കാരണം 0 × 4 എന്താടാ, 0 അപ്പോൾ 4ന്റെ മൾട്ടിപ്പിളാണ് 0. മനസ്സിലായ? അപ്പോൾ 4 × 0 0 അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാറേ 0,0 ഉണ്ടെങ്കിൽ 1 1 ഉണ്ടാവും, 2 2 ഉണ്ടാവും, എല്ലാ നമ്പർ ഉണ്ടാവില്ല, എല്ലാ നമ്പറും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് റിഫ്ലക്സീവ് ആണ്. അപ്പോൾ നിങ്ങൾ പ്രസന്റേഷൻ എക്സാമിന് എഴുതേണ്ട സാധനം ഇതാണ്, അതൊന്നല്ല. എക്സാമിന് റിഫ്ലക്സീവ് എന്ന് ഹെഡിങ് എഴുതുക. എന്നിട്ട് നിങ്ങൾ പറയാ ഇതിൽ ഇങ്ങനെ പറയാ, a belongs to capital letter A എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഒരു എലമെന്റ് എടുക്കുക. ഫോർ എക്സാമ്പിൾ 1 അല്ലെങ്കിൽ 0 2 ഏതൊരു നമ്പർ അത് belongs to A ഉണ്ടാവണം, അത് കണ്ടീഷൻ പറയണം. അതിനുശേഷം a - b ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്നാണല്ലോ, ഇതാണല്ലോ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ കൊടുത്താൽ എന്താ കിട്ടുക, a - a, ഇതാണല്ലോ നമ്മളെ ഇക്വേഷൻ. അപ്പോൾ രണ്ടും ഒരേപോലത്തെ നമ്പർ ആണല്ലോ വരിക. അപ്പോൾ a - a എന്താ കിട്ടും, a - a ഈക്വൽ ടു എന്ത് കിട്ടും, 0. അപ്പോൾ 0 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഇത്രയേ ഉള്ളൂ. അതായത് therefore a, a belongs to റിലേഷനിൽ ഗ്യാരണ്ടി ആയിട്ടുണ്ടാവും. therefore relation is reflexive. ഇതുപോലെ എഴുതണം, ഈ റിലേഷൻ എന്താണ്, റിഫ്ലക്സീവ് ആണ്. ഇതേപോലെ എക്സാമിന് പ്രസന്റ് ചെയ്യണം. അല്ലെ നമ്പർ ഒന്നും എഴുതരുത്. ഈ പ്രോബ്ലത്തിൽ നമ്പറും കാര്യങ്ങളൊന്നും എഴുതണ്ട. ഈ ഒരു പേജ് മാത്രമാണ് നിങ്ങൾ എക്സാമിന് റിഫ്ലക്സീവിന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അല്ലാണ്ട് 1 1 അല്ലെങ്കിൽ 5 1 4 1 4 അങ്ങനെ എഴുതാൻ പറ്റില്ലടോ. അങ്ങനെ എഴുതാണെങ്കിൽ എത്ര പോലെ ഓൾറെഡി വേറെ എഴുതണം, അതൊക്കെ പ്രാക്ടിക്കലി എഴുതാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നമ്പറുകൾ എഴുതാൻ പാടില്ല. ജനറൽ ഫോർമുല ആൻസർ എഴുതാൻ പാടുള്ളൂ. മനസ്സിലായടാ? എക്സാമിന് അങ്ങനെ തന്നെ ചെയ്യാൻ പാടുള്ളൂ, മാറ്റി ചെയ്യരുതേ. നെക്സ്റ്റ് സിമെട്രിക് ആണ്. സാറേ സിമെട്രിക് ആണ്, നമുക്ക് മനസ്സിലായതാണ് സിമെട്രിക് ആണ് അല്ലേ. ഇപ്പൊ എന്താ പറയാ, ഫോർ എക്സാമ്പിൾ ഇവിടെ എക്സാമ്പിൾ ഏതാ 5 1 ഉണ്ടെങ്കിൽ 1 5 ഉണ്ട്. ഓൾറെഡി നമ്മൾ ഉറപ്പിച്ചു ഈ റിലേഷൻ a - b മൾട്ടിപ്പിൾ ഓഫ് 4ന്റെ എല്ലാ സാധനങ്ങളും അതിലുണ്ടെങ്കിൽ ഇങ്ങോട്ടുണ്ടെങ്കിൽ തിരിച്ചുണ്ടാവും, നെഗറ്റീവിൽ മൾട്ടിപ്പിൾ ഓഫ് 4 ഉണ്ടാവും എന്ന് മനസ്സിലായി. ഇനി സാർ ഇത് ഇങ്ങനെ പ്രസന്റ് ചെയ്യും, അതാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഇങ്ങനെ എഴുതാം, a, b belongs to റിലേഷൻ, then a - b മൾട്ടിപ്പിൾ ഓഫ് 4 എന്നാണല്ലോ, ഈസ് മൾട്ടിപ്പിൾ ഓഫ് 4 എന്നാണല്ലോ നമ്മളുടെ ഇക്വേഷൻ. അപ്പൊ ദെൻ നമ്മളുടെ എന്ത് വരടാ, a - b. അപ്പൊ എന്ത് വരടാ, സിമെട്രിക്ക്. ദെൻ a - b എന്താ ഇവിടെ റിലേഷനിൽ ഉണ്ടെങ്കിൽ കേട്ടോ, അതാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ ഒരു ഓർഡേഡ് പെയർ റിലേഷനിൽ ഉണ്ടെങ്കിൽ, കാരണം ഇത് ഓൾറെഡി ഉണ്ടാവുമല്ലോ, ഇങ്ങനെയുള്ള പെയറാണെങ്കിൽ അതെന്തായിരിക്കും, a - b ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലെ, a - b ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. അപ്പൊ തിരിച്ചും എന്തുണ്ടാവൂടാ, അപ്പൊ നമുക്ക് തിരിച്ചു ഉറപ്പിച്ച് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇംപ്ലൈസ് ദാറ്റ് എന്തുണ്ടാവും, b - a എന്തുണ്ടാവും, b - a ഈസ് എ മൾട്ടിപ്പിൾ ഓഫ്, ഷുവറാണ്, b - a മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. തിരിച്ചിന്റെ അപ്പം 5 1 ആണെങ്കിൽ 1 - 4 -4 ആണ്. -4 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4, -8 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഓക്കെ, ഇപ്പൊ 9 - 1 എടുക്കാൻ പറ്റും, 9,1 1,9 എടുക്കാൻ പറ്റും. സെറ്റാണെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എഴുതണം. അപ്പൊ അതുകൊണ്ട് പറയാം b, a എന്തുണ്ടായിരിക്കും, റിലേഷനിൽ ഉണ്ടായിരിക്കും. therefore റിലേഷൻ ഈസ് സിമെട്രിക്. കേട്ടാ, ഇതിങ്ങനെ തന്നെ എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. ഇങ്ങനെ തന്നെ എഴുതും വേണം, ജനറലി എഴുതണം. ഒരു ഏകദേശം ഇതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. ചില ആളുകൾക്ക് ഉണ്ടാവും എന്ത്, സാർ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റിയ എക്സാമിന് ഞാൻ കുടുങ്ങൂല. അപ്പം നിങ്ങൾ മക്കളെ ഒരു ഏകദേശം സെറ്റപ്പ് ഉണ്ടാക്കി വെക്കുക. ഏകദേശം കോൺസെപ്റ്റ് മനസ്സിലാക്കി ഏകദേശം സെറ്റപ്പിൽ നിങ്ങൾ ആൻസർ എഴുതിയാലും മതി, കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഇനി മൂന്നാമത്തതാണ് എന്ത്, പിന്നെന്താ ചോദിച്ചത്, ട്രാൻസിറ്റീവ് ഹെഡിങ്. ട്രാൻസിറ്റീവ്, എടാ ഇത് ട്രാൻസിറ്റീവ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ 2 ഓർഡേഡ് പെയർ ഉണ്ടാവണം. 2 ഓർഡേഡ് പെയർ ഉണ്ടാവണം. അപ്പൊ 2 ഓർഡേഡ് പെയർ ആക്ച്വലി ഇവിടെ ഉണ്ടാകും.
സാർ അതെങ്ങനെ ഉണ്ടാവുക? സാർ എങ്ങനെയാണ് പറയാം? രണ്ട് ഓർഡേഡ് പെയർ ഇപ്പോൾ 5,1 1,5 ഇത് രണ്ട് ഓർഡേഡ് പെയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് ഓർഡേഡ് പെയർ ഇവിടെ ഓൾറെഡി ജനറേറ്റ് ആവും. അപ്പോൾ നമുക്ക് ആ എക്സാമ്പിൾ തന്നെ ഞാൻ നിങ്ങൾക്ക് ജനറലി ഇവിടെ എടുക്കാം. എക്സാമ്പിൾ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. 1,5 ഇത് ഓൾറെഡി ഉണ്ടല്ലോ, റിലേഷനിൽ ഉണ്ടല്ലോ. ഇത് രണ്ടും എന്താണ്? a - b മൾട്ടിപ്പിൾ ഓഫ് 4 എക്സാമ്പിൾ ആണല്ലോ. ഇതിലെ 1 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 5 കിട്ടാം. 5 ഉണ്ടല്ലോ, കാരണം ഇത് റിഫ്ലെക്സീവ് ആണ്. നമ്മൾ പറഞ്ഞു 0 0 ഉണ്ട്, 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. കാരണം അതൊക്കെ 0 0 മൾട്ടിപ്പിൾ ഓഫ് 4 ആണ് നമ്മൾ പ്രൂവ് ചെയ്താണ്. അപ്പോൾ ഈ ഓൾറെഡി പേർ ഓൾറെഡി ഉണ്ടല്ലോ, അതൊക്കെ റിലേഷനിൽ ഉണ്ടല്ലോ. അപ്പോൾ എക്സാമിന് ഈ എക്സാമ്പിൾ എഴുതണം എന്നില്ല. വേണമെങ്കിൽ എഴുതാം, വേണമെങ്കിൽ എഴുതണം, നിർബന്ധമല്ല എഴുതണം എന്നില്ല. പക്ഷെ ഇത് നമ്മൾ ജനറലി എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ജനറലി നമ്മൾ ഇത് എഴുതുന്നത് ഓൾറെഡി നമുക്ക് മനസ്സിലായി ഇതെന്താണ് ട്രാൻസിറ്റീവ് ആണെന്ന് ഉറപ്പിക്കാം. ട്രാൻസിറ്റീവ് ആണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജനറൽ ഫോം എഴുതാം. a, b belongs to r, b, ഇതാണല്ലോ ട്രാൻസിറ്റീവ് നമ്മൾ ജനറലി പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇംപ്ലൈസ് ദാറ്റ് b ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? a, c belongs to എന്ത് കിട്ടൂടാ മക്കളെ? ഇതിങ്ങനെ എഴുതിയാൽ മതി. a, b belongs to relation, b, c belongs to relation. എന്നിട്ട് നമ്മൾ പറയാം എന്ത്? അങ്ങനെയാണെങ്കിൽ a - b പ്ലസ് b - c ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. സാർ എന്തൊക്കെ എഴുതിക്കുന്നത് ഓക്കെ. a, b എന്ന് പറഞ്ഞാൽ a - b, b, c എന്ന് പറഞ്ഞാൽ റിലേഷനിലുണ്ടെങ്കിൽ b - c എന്താവും? മൾട്ടിപ്പിൾ ഓഫ് 4 ആവും. ഇവിടെ മാത്സിൻ്റെ റൂൾ പ്രകാരം ആര് ക്യാൻസൽ ആവും? -b പ്ലസ് b ക്യാൻസൽ ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടൂടാ? a - c ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്നാവും. a - c മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ ഉറപ്പിച്ചോ a, c എന്തിലുണ്ടായിരിക്കും? റിലേഷനിലുണ്ടായിരിക്കും. therefore relation is transitive. വളരെ വളരെ നിർണായകമായ ക്വസ്റ്റ്യൻ ആണിത്. ഇത് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ വന്ന ക്വസ്റ്റ്യൻ ഈസിയാണ്, ഇൻറ്റീജറിൻ്റെ ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻറ്റീജർ ചെയ്യാൻ വളരെ ഈസിയാണ്. നമുക്ക് നോക്കാം, അത് ലാസ്റ്റ് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഇത് സെറ്റായി. ഓക്കെ, ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ഫംഗ്ഷൻ ആണ്, ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ. പല ആളുകൾക്കും ടെൻഷനുള്ള ടോപ്പിക്കാണ് ഫംഗ്ഷൻ. വളരെ സിമ്പിളാക്കി തരാം സാർ കേട്ടോ. 13 ചാപ്റ്ററാണ് നിങ്ങൾ സിമ്പിളാക്കി സാർ പഠിപ്പിക്കാൻ പോകുന്നത്. താല്പര്യമുള്ള മക്കൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇമ്മീഡിയറ്റ് ആയിട്ട്, അധികം സമയമൊന്നും ചിന്തിക്കാനൊന്നുമില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് സാറിൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോൺടാക്ട് ചെയ്യാം. സാറിൻ്റെ നമ്പർ വീണ്ടും എഴുതി തരാം. സാറിൻ്റെ നമ്പർ ഇതാ 97. നമ്പർ നോട്ട് ചെയ്തോ, എല്ലാവരും നമ്പർ നോട്ട് ചെയ്തോ. അവസാന സമയത്ത് ടെൻഷനായി ഭ്രാന്തായിട്ടിരിക്കുന്ന ആളുകൾ നോട്ട് ചെയ്തോ. വാട്സപ്പ് മാത്രം ചെയ്താൽ മതി കേട്ടോ. 9526875958 വാട്സപ്പ് ഓൺലി കേട്ടോ. മെസ്സേജ് മാത്രം അയച്ചാൽ മതി. +2ൻ്റെ കോഴ്സാണോ +1ൻ്റെ കോഴ്സാണോ രണ്ടും വേണോ ഒക്കെ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. മെസ്സേജ് മാത്രം അയച്ചാൽ മതി കേട്ടോ. അല്ലാണ്ട് ഇനി അവസാന സമയത്ത് ഇരുന്ന് ഇങ്ങനെ ഇനി ടെൻഷനായിട്ട് ഇരിക്കാൻ പോകണ്ട. പെട്ടെന്ന് പഠിച്ചൂട്, മനസ്സിലായില്ലേ? എങ്ങനെയെങ്കിലും നിങ്ങൾ അഞ്ഞുള്ള ദിവസം കൊണ്ട് അടിപൊളി പഠിക്ക്. വേറെ ഒന്നും ആലോചിക്കാനില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത് പഠിക്കുന്നത്. പിന്നെ വേറെ നിങ്ങൾ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രം കണ്ട് നിങ്ങൾ അടിപൊളി സെറ്റ് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ലൈവിൻ്റെ പിന്നാലെ ഒന്നിലും പോകേണ്ട. സമാധാനമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാത്സ് അടിപൊളിയാക്കാം നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, ബിഫോർ ഒരു ക്വസ്റ്റ്യൻ കൂടെ. സോറി, ചെക്ക് വെദർ ദ റിലേഷൻ ആർ ഡിഫൈൻഡ് ഇൻ ദ സെറ്റ് 1 2 3 4 5 6 ആസ് r = a, b, b = a + a ഈസ് റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിഷൻ. അപ്പോൾ ഇവിടെ ഇഷ്ടിക തന്നിട്ടുണ്ട്. എന്താണ്? 1 മുതൽ 6 വരെയാണ് നമ്മളുടെ ഇഷ്ടിക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? റിലേഷൻ ഉണ്ടാക്കാൻ a, b, b എന്താണ്? a + 1 ആണ്. അപ്പോൾ നമ്മൾ റിലേഷൻ ഉണ്ടാക്കണം. ആ ഇഷ്ടിക ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റിലേഷൻ ഉണ്ടാക്കാൻ പോവാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും കൂടെ നിങ്ങൾ അടിപൊളിയിൽ പഠിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ x - y ഇൻറ്റീജർ വന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റായി. ഓക്കേടാ. സോ ബി എന്ന് പറഞ്ഞാൽ a + 1 ആണ്. അപ്പോൾ 1 മുതൽ 6 വരെയുള്ള നമ്പർ ഉപയോഗിച്ചും കൂടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള നമ്പറുകൾ സെയിം നമ്പറുകളാണ്. അപ്പോൾ ഞാൻ ബിയുടെ ഇക്വേഷൻ a + 1 എന്ന് ഇവിടെ കൊടുക്കാം. അതുകൊണ്ട് ഞാൻ a ഓൾറെഡി എടുക്കുകയാണ്. ഞാൻ a എന്ന് പറയുന്ന a1 എടുത്തു. അപ്പോൾ b എന്താ കിട്ടുക? 1 + 1 എന്ത് കിട്ടും? 2 കിട്ടും. a2 കൊടുത്താൽ b എന്ത് കിട്ടൂടാ? 2 + 1 എന്ത് കിട്ടൂടാ? 3 കിട്ടും. a3 എടുത്താൽ b എന്ത് കിട്ടൂടാ? 3 + 1 എന്ത് കിട്ടും? 4 കിട്ടും. a4 എടുത്താൽ b എന്ത് കിട്ടൂടാ? 4 + 1 എന്ത് കിട്ടൂടാ? 5 കിട്ടും. ഇനി a5 എടുത്തു കഴിഞ്ഞാൽ b എന്ത് കിട്ടൂടാ? 5 + 1 6 കിട്ടും. സാർ ഞാൻ അടുത്ത് അങ്ങനെ എടുത്തു പോകണം വേണ്ട, കാരണം 6 വരെ നമ്മളെ റിലേഷനിലുള്ളൂ. നമ്മൾ 6 വരെ നമ്പർ ഉള്ളൂ, അതിൽ കൂടുതൽ ഇഷ്ടികല്ല. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ a6 എടുത്താൽ b എന്താ കിട്ടുക? 7 കിട്ടുക. 7 ഇവിടെ ഇല്ലടാ, അപ്പോൾ നടക്കൂല. അപ്പോൾ ഇതുവരെ മതി. ഇത് വെച്ചുകൊണ്ട് നമുക്ക് റിലേഷൻ എഴുതാം. 1 എടുക്കുമ്പോൾ b എത്ര കിട്ടിയേ? 2. ഇതിങ്ങനെ എഴുതാവുന്ന കാര്യമുള്ളൂ. 2 3 അങ്ങനെ ഓർഡർ. ഒരു ട്രിക്ക് കിട്ടിയ കഴിഞ്ഞാൽ എഴുതിയാൽ മതി. 3 4 4 5 5 6 6 7 എഴുതാൻ പറ്റില്ല, കാരണം 7 ഇല്ല. ഇതാണ് നമ്മളുടെ റിലേഷൻ. ഇതാണ് നമ്മളുടെ R എന്ന് പറഞ്ഞ റിലേഷൻ. ഓക്കെടാ. പിന്നെ റിഫ്ലെക്സീവ് സിമെട്രി നിങ്ങൾ ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. റിഫ്ലെക്സീവ് ആണോ? 1 2 3 5 6 ഒക്കെ റിഫ്ലെക്സീവ് എലമെന്റ് ഇല്ല. നോട്ട് റിഫ്ലെക്സീവ് എന്ന് എഴുതാം.
1 1 not belongs to relation, therefore relation is not reflexive. Therefore relation is not reflexive. അല്ലെ 1 1 ഇല്ല, 1 മുതൽ 6 വരെ ഉണ്ടാവണം, അപ്പോൾ അത് നടക്കൂല. ഇനി പിന്നെ എന്താ ഉള്ളത്? സിമെട്രിക്. 1 2 ഉണ്ടെങ്കിൽ 2 1 ഉണ്ടാ? ഇല്ലടാ, സിമെട്രിക്കും അല്ല. കൊടുക്ക്, സിമെട്രിക് എന്ന് ഹെഡിങ് എഴുതാം. 1 2 റിലേഷനിൽ ഉണ്ടെങ്കിൽ എന്ത് വേണം? ഇംപ്ലൈസ് ദാറ്റ് 2 1 വേണം. 2 1 ഇല്ല, ഇല്ല, നോട്ട് നോട്ട് നോട്ട്. therefore relation is not symmetric. ഇനി ഫൈനലി ട്രാൻസിറ്റീവ്. ആണോ? 1 2 ഉണ്ടെങ്കിൽ 2 3 ഉണ്ട്, 1 3 ഇല്ല, അപ്പോൾ ഇല്ലാത്ത പേരിനെ എടുത്തു പഠിച്ചോട്ട്. 1 2 belongs to relation and 2 ഓർഡർ പേർ ഉണ്ട് ഇവിടെ, ഇഷ്ടംപോലെ ഉണ്ട് അങ്ങനത്തെ. ഒരെണ്ണത്തിൽ ചെക്ക് ചെയ്യുന്നത് 2 2 ക്യാൻസൽ. 1 3 ഉണ്ടാ? 1 3 ഇല്ല, നോട്ട് റിലേഷൻ. therefore relation is not transitive. ഒന്നും അല്ലല്ലേ, വളരെ ഈസി അല്ലേ? അത്രേ ഉള്ളൂ കേട്ടോ. ആ പ്രോബ്ലം കംപ്ലീറ്റഡ് ആണ്. എടാ അപ്പം അതിലെ ഫസ്റ്റ് ഭാഗം കംപ്ലീറ്റഡ് ആണ്. എടാ ഇനിയാണ് രണ്ടാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള ഭാഗം. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള ഭാഗം രണ്ടാമത്തെ ഭാഗമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. വളരെ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. അത് മാത്രമല്ല വളരെ സിമ്പിളായി കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഇതൊരു തിയററ്റിക്കൽ മോഡാണ്. പല ആളുകളും തിയററ്റിക്കൽ മോഡ് കാണുമ്പോൾ കൺഫ്യൂഷനാണ്. ഏറ്റവും സിമ്പിൾ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ പഠിക്കാനാണ്. കാണാതെ പഠിക്കേ വേണ്ട, നിങ്ങൾക്ക് മനപ്പാടാക്കി പഠിക്കേ വേണ്ട, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സിമ്പിൾ ടെക്നിക്കിൽ സാർ പക്ക തിയറി വേണം. ഇവിടെ തിയറി ഇല്ലാണ്ട് പഠിക്കാൻ പറ്റില്ല. ഈ റിലേഷൻ ഫംഗ്ഷൻ പഠിക്കണമെങ്കിൽ കുറച്ച് തിയറി അറിഞ്ഞേ പറ്റുള്ളൂ. മറ്റുള്ള ചാപ്റ്റേഴ്സ് ഒന്നും നിങ്ങൾ അത്രയും വലിയ തിയറി ആവശ്യമില്ല, നേരെ പടപടാച്ചിട്ട് ചെയ്യാം. ഓരോ ചാപ്റ്ററും ഓരോ മോഡലാണ്. ഇവിടെ നിങ്ങൾ ഒരുപാട് തിയറി, ഇവിടെ കുറച്ച് തിയറി നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടണം. അപ്പോൾ സാർ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ തിയറി പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ഈ തിയറി പറഞ്ഞു തന്നിട്ട് ഈ പ്രോബ്ലത്തിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തിയറി പോലെയല്ല പ്രോബ്ലം ചെയ്യുക. എന്താ സാർ പറഞ്ഞത്? തിയറി പോലെയല്ല പ്രോബ്ലം ചെയ്യുക. പ്രോബ്ലം ചെയ്യുന്ന ടെക്നിക്ക് വേറെയാണ്. അപ്പോൾ തിയറിയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോമൺ സെൻസ് ഉണ്ടാക്കി വെക്കണം. എന്താണ് ഇത്, എന്താണെന്നുള്ള ഒരു ആശയം ഉണ്ടാക്കണം. പ്രോബ്ലം ചെയ്യുക വേറെ മോഡലല്ല. അത് ആദ്യമേ ഞാൻ പറയാം, പ്രോബ്ലം ചെയ്യുന്നത് വേറെ മോഡലല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, പ്രോബ്ലം ഒക്കെ വളരെ സിമ്പിളാണ്. കണ്ടോ? അപ്പോൾ ആദ്യം തിയറിയിലോട്ട് പോവാം. 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻജക്റ്റീവ് എന്നാണ്. എന്താണ് മക്കളെ? 1 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻജക്റ്റീവ് എന്നാണ്. സാർ ഈ പേര് ഇഞ്ചക്ഷൻ എന്നൊക്കെ പറഞ്ഞപ്പോഴേ നിങ്ങൾ ഇങ്ങനെ പഠിക്കും. ഈ ഇൻജക്റ്റീവ് എന്നുള്ള പേര് പഠിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 1 ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ മിക്കവാറും ഇൻജക്റ്റീവ് എന്നാണ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞേ. 1 1 നമ്മൾ ഇഞ്ചക്ഷൻ അടിക്കൂലേ സിസ്റ്റർമാർ? സൂചി അടിക്കൂലേ? നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ സൂചി കുത്തൂലേ? എങ്ങനെ സൂചി കുത്തുക? 1 1 ഞാനും സിസ്റ്ററും, അല്ലെങ്കിൽ നീയും സിസ്റ്ററും. സോ 1 1 ആണ് ഇഞ്ചക്ഷൻ. പഠിച്ചോ? കോഡ് അങ്ങനെ ഉണ്ട്. 1 1 എന്താണ്? ഇഞ്ചക്ഷൻ. ഇഞ്ചക്റ്റീവ്. അപ്പൊ ഇഞ്ചക്റ്റീവ് എന്നുള്ള പേര് കാണുമ്പോൾ നിങ്ങൾ എങ്ങനെ പറഞ്ഞാൽ 1 1 അതിനെ ഇഞ്ചക്റ്റീവ് എന്ന് വിളിക്കുന്നു. ആൾട്ടർനേറ്റീവ് നെയിമാണ്. ദാറ്റ്സ് ഓൾ. സോ എവരി എലമെന്റ് ഓഫ് കോഡൊമൈൻ ഹാസ് എ യൂണീക്ക് ഇമേജ്. ഇനി ഇത് എന്താണ് ഈ 1 1 എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇതാ, ഇത് മതി. ഡൊമൈനും കോഡൊമൈനും. എടാ ഡൊമൈനും കോഡൊമൈനും പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് എ എന്ന് പറയുന്ന സെറ്റിലുള്ള കുറച്ച് എലമെന്റും ബി എന്ന് പറയുന്ന സെറ്റിലുള്ള കുറച്ച് എലമെന്റ്സുകളും ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ചെയ്തിരിക്കുകയാണ്. ഈ കണക്ഷൻ എന്ത് അടിസ്ഥാനത്തിലാണ് ചെയ്തതെന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. എന്തിന്റെ ഒരു ബേസിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്, അതൊന്നും നമ്മളിവിടെ അറിയണ്ട. ഓക്കെ, അപ്പോൾ അത് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ 1 എയിലോട്ട് കണക്ട് ചെയ്തു, 2 ബിയിലോട്ട്, 3 സി, 4 ഡി. അതുകൊണ്ട് ഇത് 1 1 ആണ്. ഇതിലുള്ള എല്ലാ എലമെന്റിനും ഒരു യുണീക്ക് ഇമേജാണ്. യുണീക്ക് ഇമേജ് എല്ലാവർക്കും യൂണീക്ക് ഇമേജ് അല്ലേ? നമ്മുടെ അച്ഛൻ എന്ന് പറയുന്നത് യുണീക്കാണ്, നമ്മുടെ അമ്മ എന്ന് പറയുന്നത് നമുക്ക് യുണീക്കാണ്. അതേപോലെ 1 and only ഇതിനെ നമ്മൾ യുണീക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡൊമൈനിലുള്ള എല്ലാ ഇൻപുട്ടുകൾക്കും എന്തുണ്ടായിരിക്കണം? ഇവിടെ ഏരോ കണക്ഷൻ ഉണ്ടായിരിക്കണം. 1 2 3 ഒക്കെ എന്താണ്? ഈ 1ൽ നിന്ന് ഇങ്ങനെ ഒരു ഏരോ പോകാൻ പാടില്ല, അല്ലെങ്കിൽ ബിയിൽ നിന്ന് ഇങ്ങോട്ട് 1ലോട്ട് ഒരു ഏരോ വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. 1 1 എന്ന് പറഞ്ഞാൽ എവരി എലമെന്റ് ഡൊമൈൻ ഹാസ് യൂണീക്ക് പ്രീ ഇമേജ് എന്ന് പഠിച്ചു വെച്ചാൽ. ഡെഫിനിഷൻ പഠിക്കണം? വേണ്ടടാ, ഡെഫിനിഷൻ ഒന്നും പഠിക്കണം. നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് മനസ്സിലാക്കാനേ പറയുന്നുള്ളൂ. ഒന്നും കാണാപ്പാടം പഠിക്കേ വേണ്ട. 1 1 എനിക്ക് ദാറ്റ് ഈസ് 1 1. ഇനി കൺഫ്യൂഷൻ മെനി വൺ സിമ്പിളാ. മെനി വണ്ണിന് ഞാൻ വേറെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. പല ആളുകളും മെനി വൺ ഈ എക്സാമ്പിൾ എടുക്കും. ഇത് നമ്മൾ കാണാപാഠം പഠിക്കണ്ട. f(x) എന്ന് പറഞ്ഞാൽ x². ഇത് റിയൽ ഫംഗ്ഷൻ ആണ് കേട്ടോ. f(x) എന്ന് പറഞ്ഞാൽ x² സെക്കൻഡ് ഡിഗ്രി ഫംഗ്ഷൻ ആണ്, നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇതിൽ f(1) എന്താ കിട്ടുക പറഞ്ഞേ? ഇതിൽ f(1) എന്താ കിട്ടുക സാറേ? 1² 1. അല്ലെ f(-1) എന്താ കിട്ടുക സാറേ? -1² അതും 1. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വെൻ വരയ്ക്കുകയാണ്, വെൻ ഡയഗ്രാം. ഇതാണല്ലോ വെൻ ഡയഗ്രാം. അപ്പോൾ 1 2 1
-1 രണ്ടെണ്ണം മതി, -1 1 1 2. എടാ അപ്പോൾ -1 ഡയഗ്രാം എങ്ങനെ വരിക? -1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താ കിട്ടുക? 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താ കിട്ടുക? 1. എപ്പോഴും നോക്കി നോക്കിയാൽ മെനി രണ്ടെണ്ണം -1 1 ദാറ്റ് ഇസ് മെനി 1. -1 1 ഔട്ട്പുട്ട് വരിക, 1 1 ഔട്ട്പുട്ട് വരിക. അതിനാണ് മെനി 1 ഫംഗ്ഷൻ. റിയൽ എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വ്യത്യസ്ത ഇൻപുട്ടുകൾക്ക് ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുക, വ്യത്യസ്ത ഇൻപുട്ടുകൾക്ക് എന്തുണ്ടാവുക? ഒരേ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുക. അതിനാണ് മെനി. ഇതാ എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. വ്യത്യസ്ത ഇൻപുട്ടുകൾ 2 3 വ്യത്യസ്ത ഇൻപുട്ടുകളാണ്. എന്നാൽ അവർക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടിയിട്ടുള്ളത്? 3 ആണ്. ഇതിന് നമ്മൾ എന്ത് വിളിക്കും? മെനി 1 എന്ന് വിളിക്കും കേട്ടോ. അത്ര ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മെനി 1. അതിന് ആൾട്ടർനേറ്റീവ് നെയിം ഒന്നുമില്ല, മെനി 1 തന്നെ നമ്മൾ പറഞ്ഞാൽ മതി കേട്ടോ. നെക്സ്റ്റ് ഓൺ ടു. ഇങ്ങനെയാണ് ചില ആളുകൾക്ക് ഓൺ ടു പറഞ്ഞാൽ സാറേ ആ പേര് പോലെ തന്നെ ഛർദ്ദിക്കാൻ വരുന്നതെന്ന് പറയില്ലേ, ഛർദ്ദിക്കാൻ ഓൺ ടു ഇങ്ങനെ പഠിച്ചാൽ ഓൺ ടു ഒമിറ്റിംഗ് ഒമിറ്റിംഗ് സർ മറ്റേ ഛർദിയാണ് സർജക്റ്റീവ് കേട്ടാ. എന്തെങ്കിലും ഒരു കോഡിട്ട് പഠിക്കും നിങ്ങൾ. ഓൺ ടു ഓക്കെ. സർജക്റ്റീവ് ആൾട്ടർനേറ്റീവ് നെയിം എന്താണ്? സർജക്റ്റീവ് കേട്ടാ. എന്തെങ്കിലും കോമഡി ആക്കിയിട്ട് പഠിക്കടാ. ഓക്കെ, സർജക്റ്റീവ്. അപ്പോൾ സാറേ ഈ ഓൺ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. Definition: every element in the codomain should have one preimage. Every element in the codomain should have one preimage. അതായത് നിങ്ങൾ നോക്കി നോക്കുക, രണ്ടും വ്യത്യാസമുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ഓൺ ടു ആണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? ഈ കോഡോമൈനിലുള്ള, അതായത് ഇതിലുള്ള മൊത്തമുള്ള ആൾക്കാരെ വിളിക്കുന്നത് കോഡോമൈൻ. ഇത് ഇൻപുട്ട് ഔട്ട്പുട്ടിൽ വരാൻ ചാൻസ് ഉള്ള എല്ലാ ആളുകളെയും കോഡോമൈൻ എന്നാണ് വിളിക്കുക. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് മാത്രം. കോഡോമൈൻ വരാൻ സാധ്യതയുള്ള കംപ്ലീറ്റ് ലിസ്റ്റ് ചെയ്യുന്നതൊക്കെ എന്താണ്? കോഡോമൈൻ ആണ്. ഈ കോഡോമൈനിലുള്ള ആളുകൾക്ക് എന്തുണ്ടാവണം? ഷുഡ് ഹാവ് 1 പ്രീമേജ്. 1 പ്രീമേജ് ഉണ്ട്, 1 ഉണ്ട്. ബിക്ക് പ്രീമേജ് ഉണ്ട്, 3 ഉണ്ട്. സിക്ക് പ്രീമേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിലൊരു പ്രീമേജ് ഉണ്ടായാൽ മതി. എല്ലാ ഫംഗ്ഷൻസ് ആണ് കേട്ടോ ഇവിടെ. കാരണം ടൈപ്സ് ഓഫ് ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ ആയതിനെ കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു ഔട്ട്പുട്ടിന് വ്യത്യസ്ത ഇൻപുട്ട് ഉണ്ടെന്ന്, അപ്പോൾ നമ്മൾ f(x)(x)² കണ്ട പോലെ. അപ്പോൾ കോഡോമൈനിലുള്ള എല്ലാ ആളുകൾക്കും ഇങ്ങോട്ടൊരു ആരോ ഉണ്ടാവണം. ദാറ്റ് ഇസ് പ്രീമേജ്. അപ്പോൾ ഇത് ഓൺ ടു എല്ലാത്തതിനും ഒരു എക്സാമ്പിൾ എന്താ? ഡിക്ക് പ്രീമേജ് ഇല്ല. നിങ്ങൾ നോക്കി നോക്കേ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഡിക്ക് എന്തില്ല? ഒരു പ്രീമേജ് ഇല്ല. അതുകൊണ്ട് ഇത് ഓൺ ടു അല്ല. അപ്പോൾ കോഡോമൈനിലുള്ള എല്ലാ ആളുകൾക്കും ഒരു പ്രീമേജ് ഉണ്ടാവണം. ഇപ്പോൾ ഒരു ഓൺ ടു അല്ലാത്തതിൻ്റെ എക്സാമ്പിൾ ഇത് അവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഡിക്ക് എന്തില്ല? ഒരു പ്രീമേജ് ഇല്ല. അതുകൊണ്ട് ഇത് ഓൺ ടു അല്ല. അപ്പോൾ ഓൺ ടു എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഓൺ ടു സർജക്റ്റീവ് ആൾട്ടർനേറ്റീവ് നെയിം. പ്രീമേജ് ഉണ്ടാവണം. എന്ത്? കോഡോമൈനിലുള്ള എല്ലാ ആളുകൾക്കും ഷുഡ് ഹാവ് എന്തുണ്ടായിരിക്കണം? ഒരു പ്രീമേജ് ഉണ്ടാവണം എന്ന് ജസ്റ്റ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതുവരെ ആനക്കാരിയൊന്നുമില്ല കേട്ടോ. പ്രോബ്ലം ചെയ്യുന്നത് വേറെ മോഡലിലാണ് ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് ഇൻടു. ഈ ഇൻടു ഒക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇൻടു ഒന്നും എക്സാമിന് അങ്ങനെ കാര്യമായിട്ട് ചോദിക്കാറില്ല. എ ഫംഗ്ഷൻ വേർ നോട്ട് എലമെന്റ് ഇൻ ദ കോഡോമൈൻ സെക്കൻഡ് ആർ മാപ്ഡ് ബൈ ദി എലമെന്റ് ഇൻ ദ ഡൊമൈൻ ഫസ്റ്റ്. അതായത് എ ഫംഗ്ഷൻ വേർ നോട്ട്, എല്ലാ എലമെന്റുകളും എന്ത് ചെയ്യില്ല? സെക്കൻഡ് ആർ മാപ്ഡ് ബൈ ദി എലമെന്റ് ഇൻ ദ ഡൊമൈൻ ഫസ്റ്റ്. എല്ലാ എലമെന്റുകളും എന്ത് ചെയ്തിട്ടില്ല? മാപ്പ് ചെയ്യാത്തതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഇത് വേണ്ട. ഇൻടു നിങ്ങൾക്ക് അതിന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല കേട്ടോ. വിട്ടേക്ക്. ഇൻടു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണൂല. ഇപ്പം രണ്ടും കൂടെ കൺഫ്യൂഷൻ ആക്കണ്ടാവും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി പഠിക്കേണ്ടത്. ഇത് അറിഞ്ഞേ പറ്റുള്ളൂ. ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ 1 1 ഓൺ ടു കൂടി എന്താണ് മക്കളെ? പഠിച്ചോ 1 1 അല്ലേ? 1 1 ഇഞ്ചക്ഷൻ, ഓൺ ടു സർജക്ഷൻ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുക എന്താണെന്നറിയോ? ഇഞ്ചക്റ്റീവും സർജക്റ്റീവും എന്നുള്ള പേരിലൊക്കെ ചോദിക്കും. ഇഞ്ചക്റ്റീവും സർജക്റ്റീവും. ഈ ഇഞ്ചക്റ്റീവ് എന്ന് പറഞ്ഞാൽ 1 1 ആണ്, സർജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓൺ ടു ആണ്. ഒരു എന്താ പറയുക, ഒരു ഫംഗ്ഷൻ ഇത് രണ്ടുമാണെങ്കിൽ, ഒരു ഫംഗ്ഷൻ 1 1 ഓൺ ടു ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ എക്സാമിന് ചെയ്യേണ്ടത് എന്താണ്? 1 1 ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ബൈജക്റ്റീവ് ആണെന്ന് കിട്ടും. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കണേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫംഗ്ഷൻ 1 1 ഓൺ ടു ആണെങ്കിൽ അത്തരം ഫംഗ്ഷനെ നമ്മൾ എന്ത് വിളിക്കുക? ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക കേട്ടോ. പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നേരെ ക്വസ്റ്റ്യൻ ഓക്കെ. ക്വസ്റ്റ്യനോട് കൂടെ ഞാൻ അവസാനിക്കും. ഓക്കേടാ. ഇനി ശ്രദ്ധിക്കേണ്ട ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഇവിടെ ഇനി പ്രോബ്ലം ചെയ്യുന്ന മെത്തേഡ് ടോട്ടലി ഡിഫറെൻ്റാണ്. അവിടെയാണ് വേറൊരു കാര്യം. ഇത് ടഫ് ആവാൻ ഒരു കാരണം പല ആളുകളും തെറ്റിദ്ധരിക്കണം അതാണ്. തിയറി ഒന്ന് വേറെ, പ്രോബ്ലം ഒന്ന് വേറെ, ടീച്ചർ വേറെ ലെവലിലും പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വേറെ ലെവലായി മാറി. അപ്പോൾ അത് ഈ ഒരു പ്രോബ്ലം അങ്ങനെയാണ്. അത് ഞാൻ നിങ്ങളോട് അങ്ങോട്ട് പറയാണ്. പല മാത്സ് ടീച്ചേഴ്സ് ഒന്നും പറയില്ല. സാറ് കൃത്യമായിട്ട് പറയാം. ഇതിൻ്റെ തിയറി വേറെ, പ്രോബ്ലം ചെയ്യുന്ന രീതി വേറെ,
മനസ്സിലായി? അപ്പോൾ കുട്ടികൾ വേറെ രീതിക്ക് പോകുന്നതിൽ ഒരു അത്ഭുതമില്ല. അപ്പോൾ സാർ നിങ്ങൾക്ക് ഇത് അടിപൊളിയിൽ പറഞ്ഞുതരാം. പ്രോബ്ലം ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. എക്സാമിന് മാർക്ക് വേണ്ട രീതിയാണ് ഇനി പറയുന്നത്. എങ്ങനെ? അപ്പോൾ തിയറി ഇതൊക്കെ മനസ്സിലായി, ഞാൻ ഭയങ്കര തിയറിയിലൊക്കെ സംഭവമായി, കാര്യമൊന്നുമില്ല. ഇനി ഈ തിയറി നമുക്ക് പ്രോബ്ലത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് മാർക്ക് വാങ്ങിക്കാൻ പറ്റണം. അവിടെയാണ് നമ്മളെ മിടുക്ക്. ഈ വരുന്ന പബ്ലിക് എക്സാമിന് നമുക്ക് മാർക്ക് കിട്ടണം. അല്ലാണ്ട് നമുക്ക് തിയറി അറിഞ്ഞിട്ട് കാര്യമില്ല, മാർക്ക് കിട്ടണം. മാർക്ക് എനിക്ക് വേണ്ടത് മാർക്കാണ്. ഇനിയിപ്പോൾ അവസാന സമയം കളിക്കാൻ നേരമില്ല. അപ്പോൾ ഇനി മാർക്ക് മേടിക്കേണ്ടതാണ് സാർ പറഞ്ഞു. ശ്രദ്ധിച്ചോ, സമയമില്ല, അതാണ് ഫാസ്റ്റ് ആയിട്ട് പോവാം. ലെറ്റ് എൻ ബി ദ ബ്ലാ 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 എൻ ടു എൻ ഫംഗ്ഷൻ എൻ ടു എൻ. എൻ ടു എൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അറിയാം, നമ്മളിവിടെ ഡൊമൈനും കോഡൊമൈനും ഉണ്ടല്ലോ. ഇവിടെ കംപ്ലീറ്റ് നാച്ചുറൽ നമ്പറാണ്, ഇവിടെ കംപ്ലീറ്റ് നാച്ചുറൽ നമ്പറാണ്. ഡൊമൈന് കോഡൊമൈൻ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ള ഈ സാധനം. അല്ലാണ്ട് ഇതൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എൻ ടു എൻ കാര്യം ഉണ്ട് കേട്ടോ, കാര്യമില്ല എന്ന് പറയും. ഇതൊന്നും കാര്യമില്ല എന്ന് പറയുമ്പോൾ ചിലർ അങ്ങോട്ട് തട്ടും, ഓവറാക്കുന്നില്ല, കാര്യമുണ്ട്. എൻ ടു എൻ. അപ്പം നാച്ചുറൽ നമ്പർ, ഇവിടെയും നാച്ചുറൽ നമ്പർ. എന്നിട്ട് പറയാണ് എഫ് ഓഫ് എക്സ് പറയാണ് എന്ത്, എക്സ് പ്ലസ് വൺ. എന്താണ് പറഞ്ഞത്? എഫ് ഓഫ് എക്സ് എന്താണ് മക്കളെ പറഞ്ഞത്? ഞാനിവിടെ കാണിക്കാം. എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് വൺ, ഇതാണ് നമുക്ക് തന്ന ഫംഗ്ഷൻ. ഓക്കെ, എന്നിട്ട് പറയാണ് എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. എക്സ് ഒക്കെ എന്തിലാ? എക്സ് ഒക്കെ ഇൻപുട്ട് എന്തായിട്ട് എടുത്തോ? നാച്ചുറൽ നമ്പർ ആയിട്ട് എടുത്തോ. 1 2 3 4 5 6 ആയിട്ട് എടുത്തുകൂടെ? എന്നിട്ട് പറയാം പ്രൂവ് ദാറ്റ് എഫ് ഈസ് നോട്ട് ആൻ ഓൺ ടു ഫംഗ്ഷൻ. ഇതെന്തല്ല, ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ അല്ല എന്ന് എന്ത് ചെയ്യണം സാറേ? നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഇത് എന്ത് ചെയ്യണം? ഓൺ ടു ഫംഗ്ഷൻ അല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് ഇത് ഓൺ ടു ഫംഗ്ഷൻ അല്ല എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യാം? അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ആദ്യം ഓൺ ടു എന്താണ് എന്നുള്ള സാധനമാണ്. ഓൺ ടു ഓൺ ടു ഓൺ ടു ഇവിടോട്ട് വരാം. ഈ ഓൺ ടു വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇതിലുള്ള കോഡൊമൈനിലുള്ള എല്ലാ ആളുകൾക്കും ഇവിടേക്ക് ഒരു ആരോ വരണം, പ്രീമേജ് വരണം. പ്രീമേജ് വേണം. ഇതിലുള്ള എല്ലാ ആളുകൾക്കും എന്ത് വേണം? ഇവിടേക്ക് ഒരു പ്രീമേജ് വരണം. അപ്പൊ ഇങ്ങനെ പ്രീമേജ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? ഓൺ ടു ആവുള്ളൂ. അപ്പോൾ ഇതിലുള്ള എല്ലാ ആളുകൾക്കും എന്ത് വേണം? ഇവിടെ എന്ത് ചെയ്യണം? പ്രീമേജ് വേണം. മനസ്സിലായോ? ഇവിടെ ഒരു കണക്ഷൻ വേണം. ഇതിലുള്ള എല്ലാവർക്കും ഒരു കണക്ഷൻ വേണം. പ്രീമേജ് വേണം എന്ന് പറഞ്ഞാൽ കോഡൊമൈനിലുള്ള എല്ലാ ആളുകൾക്കും ഇതിൽ കണക്ഷൻ വേണം. ഒരാൾക്ക് പോലും ഇവിടെ കണക്ഷൻ ഇല്ലാത്തതില്ല. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കി നോക്കിയാൽ എന്താ ഇങ്ങോട്ട് കണക്ഷൻ ഇല്ലാത്തതല്ലേ? ഇത് ഓൺ ടു അല്ല, കാരണം ഇതിലുള്ള ഈ എലമെന്റിന് എന്തില്ല? ഇങ്ങോട്ട് ഒരു കണക്ഷൻ ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഇങ്ങോട്ടൊരു കണക്ഷൻ വേണം എന്നുള്ളതാണ് എന്ത് പറയുന്നത്? ഇത് പറയുന്നത്. അപ്പോൾ ഇനി ഈ പ്രോബ്ലത്തിൽ സാറ് ഞങ്ങൾ എങ്ങനെ ചെയ്യും? നമ്മൾ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒരു രീതി റിയലി നമുക്ക് നാച്ചുറൽ നമ്പർ ലിസ്റ്റ് ചെയ്യാം. നമുക്ക് നാച്ചുറൽ നമ്പർ ഇതപ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാൻ വേണ്ടിയിട്ട് നാച്ചുറൽ നമ്പർ ലിസ്റ്റ് ചെയ്യണം കേട്ടോ. 1 2 3 4 5 ഇവിടെയും 1 2 3 4 5. ഇനി ഈ ഫംഗ്ഷൻ പ്രകാരം നിങ്ങൾ പറ എങ്ങനെ കണക്ട് ചെയ്യാം? എഫ് ഓഫ് 1 ആണെങ്കിൽ എന്താ കിട്ടുക? 1 + 1 2 ആ കിട്ടുക. അപ്പോൾ 1 നമ്മൾ നേരെ കണക്ഷൻ പോവുക 2-ലോട്ടാണ്. വൈറ്റ് വരട്ടെ. 1 നേരെ കണക്ഷൻ വെള്ള വരാടാ. ഓക്കെ, 1 നേരെ പോവുക 2 ആ. 2 നേരെ പോവുക എന്താടാ? 3. എടാ എഫ് ഓഫ് 2 നിങ്ങൾ പറ. 2 + 1 3 അല്ലേ? 3 4 4 5 5 6-ലോട്ട് പോകും. അപ്പോൾ സാറേ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് ഓൺ ടു ഫംഗ്ഷൻ അല്ല. റീസൺ എന്താ? ഇതിലുള്ള എല്ലാ ആളുകൾക്കും പ്രീമേജ് വേണം. നോക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ഇവിടെയുള്ള എല്ലാ എക്ക് ബിക്ക് സിക്ക് ഒക്കെ എന്തുണ്ട്? ഇങ്ങോട്ട് കണക്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഓൺ ടു എന്ന് പറഞ്ഞത്. കണ്ടോ, ഡിക്ക് ഇവിടെ കണക്ഷൻ ഇല്ല. അതേപോലത്തെ അവസ്ഥയാണ് ഇവിടെ. ഇവിടെ 1-ന് എന്തില്ല? ഒരു പ്രീമേജ് ഇല്ല, പ്രീ ഇമേജ് ഇല്ല. അതുകൊണ്ട് പക്ഷേ സാർ ഇത് എക്സാമിന് ഞാൻ എങ്ങനെ എഴുതാം? എക്സാമിന് ഇങ്ങനൊന്നും പ്രസന്റ് ചെയ്താൽ മാറില്ല. എക്സാമിന് എഴുതേണ്ട ഡയലോഗ് ഇതാണ്, 1 belongs to. ഇങ്ങനെ തന്നെ എഴുതണം, അല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. പിക്ചറൊക്കെ വേണമെങ്കിൽ വരച്ചാൽ മതി. ഇവിടെ പിക്ചർ നിർബന്ധമില്ല. ഇവിടെ പിക്ചർ വരക്കണമെന്ന് നിർബന്ധമില്ല. ആൻസറിലും പിക്ചർ ഒന്നും ഉണ്ടാവില്ല. ഇത് സാർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിക്ചർ വരച്ചെന്നാണ്. അല്ലെങ്കിൽ ചില ആളുകൾ ഇത് കത്തൂല കേട്ടോ. 1 belongs to നാച്ചുറൽ നമ്പർ. 1 belongs to നാച്ചുറൽ നമ്പർ ആണല്ലോ ഇൻ ദി കോഡൊമൈൻ അല്ലേ? കോഡൊമൈനിലുള്ള നമ്പറാണ് എന്ത്? ഇപ്പോൾ ഇതിൽ ആൻസർ എന്താണ്? ഈ 1-നെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. 1 belongs to നാച്ചുറൽ നമ്പർ ഇൻ ദി കോഡൊമൈൻ has no pre-image. Therefore function is not on. ഈ ഡയലോഗിനാണ് മാർക്ക്. അതായത് ഒന്ന് നാച്ചുറൽ നമ്പർ ആണ്. നമുക്കറിയാം നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ മാറ്റി ഡൊമൈനും കോഡൊമൈനും പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കോഡൊമൈനിലുള്ള 1-ന് എന്തില്ല? ഒരു പ്രീമേജ് ഇല്ല. അതുകൊണ്ട് എന്തല്ല? ഫംഗ്ഷൻ നോട്ട് ഓൺ ടു. അപ്പോൾ ഓൺ ടു എന്താണെന്നുള്ള കോൺസെപ്റ്റ് അറിയുന്ന ഒരു കുട്ടിക്ക് ഇത് സത്യത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ തിയറി വേണം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വന്നാൽ ഏറ്റവും വലിയ കോമഡി, ഇത് ഓൾറെഡി പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാതാണ് സാർ? ഇവിടെ ഞാൻ എങ്ങനെയാണ് പറയാം? ഇവിടെ ക്വസ്റ്റ്യൻ 1-1 ആണ്. 1-1 ആണ്. എടാ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 1-1-ന്റെ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യുമ്പോൾ ഇവിടെ ടോട്ടലി നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യം അതാണ് ഇമ്പോർട്ടൻറ്റ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ഒക്കെ സേക്കൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മാർച്ചിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. 1-1 ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് പഠിച്ചോ. ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ ഡയഗ്രാം വരച്ചുള്ള കളികളൊന്നുമില്ല.
ഇവിടെ ടോട്ടൽ ഡിഫറെൻറ്റ് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 1 1 പ്രൂവ് ചെയ്യുന്നത്. പഠിച്ചോ, ഒരു ഇക്വേഷൻ 1 1 പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രോബ്ലം എക്സാമിന് വന്നാൽ, തിയറി വന്നാൽ 2 ഇൻപുട്ടുകൾ എടുക്കുക, x1 ആൻഡ് x2. എന്ത് ചെയ്യുക, എക്സാമിന് എല്ലാ പ്രോബ്ലവും, ഈ പ്രോബ്ലം എന്നല്ല ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, x1 x2 എന്ന് പറയുന്ന 2 ഇൻപുട്ടുകൾ എടുത്തിട്ട് ചെക്ക് ചെയ്യാണ് വേണ്ടത്. ഇതിന്റെ പ്രോബ്ലം 1 1ന്റെ f(x) എന്ന ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതിന്റെ വർക്കിംഗ് റൂളേ ഡിഫറെൻ്റ് ആണ്. അത് വളരെ സിമ്പിളാ. x1 x2 എന്ന് പറയുന്ന 2 ഇൻപുട്ടുകൾ എടുത്തിട്ട് ചെക്ക് ചെയ്യാം. അതെങ്ങനെ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ പഠിച്ചോ, 1 1 ആണെങ്കിൽ എന്തായിരിക്കും എന്നറിയാം, f(x1) ഈക്വൽ ടു എന്തായിരിക്കും, f(x2) ആയിരിക്കും. അതായത് നമുക്ക് അവസാന പ്രോബ്ലത്തിൽ x1 ഈക്വൽ ടു x2 എന്ന് പറയുന്ന റിസൾട്ടിലോട്ട് നമ്മൾ എത്തും. അപ്പോൾ നമ്മളിവിടെ കാണേണ്ടതിന് വർക്കിംഗ് റൂളാണ്. വർക്കിംഗ് റൂൾ നിങ്ങൾ എന്ത് ചെയ്യുക, f(x1) ഉം f(x2) ഉം ഈക്വൽ ആക്കിയിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x1 x2 ആണ് ഫൈനൽ ആൻസർ വന്നാൽ, ഇങ്ങനെ ആൻസർ വന്നാൽ ഉറപ്പിച്ചോ ഇത് 1 1 ആണ്. അപ്പോൾ സാറേ എന്താ ചെയ്യേണ്ടി, ഞാൻ ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല, ശ്രദ്ധിക്കുക. ഫസ്റ്റ് f(x) എഴുതിയെടുക്കാം. എപ്പോഴും പ്രോബ്ലം, എല്ലാ പ്രോബ്ലം, ഈ പ്രോബ്ലം എന്നല്ല ഏത് 1 1ന്റെ പ്രോബ്ലം വന്നാലും f(x) ആണ് എഴുതിയെടുക്കുക. ഇതാണല്ലോ നമ്മളുടെ f(x). ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇൻപുട്ട് കൊടുക്കുക x1. 2 ഇൻപുട്ടാണ് എടുക്കേണ്ടത്, ഒന്ന് x1 ഒന്ന് x2. അപ്പോൾ സാറേ ഇവിടെ x ആയതുകൊണ്ടാണല്ലോ ഇവിടെ x ഇവിടെ x. അപ്പോൾ അവിടെയൊക്കെ എക്സിൻ്റെ സ്ഥാനത്ത് x1 ആയി കഴിഞ്ഞാൽ എന്താവും, x1 ഡിവൈഡഡ് ബൈ എന്താവും, x1 + 2. ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ സാറേ f(x2) എന്താവും, വളരെ സിമ്പിൾ. ആ എക്സിൻ്റെ സ്ഥാനത്തോടെ എന്ത് x2 വരും, x2 + 2, ഇക്വേഷൻ നമ്പർ 2. അങ്ങനെ 2 ഇക്വേഷൻസ് കണ്ടെത്തി. അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, എക്സിൻ്റെ സ്ഥാനത്ത് x1 + 2, x2ൻ്റെ സ്ഥാനത്ത് x2 + 2. ഈ 2 ഇക്വേഷനും ഈക്വലൻസ് ചെയ്യാം. ഇത് 1 1 ഫംഗ്ഷൻ്റെ എല്ലാ പ്രോബ്ലം ഇങ്ങനെ ചെയ്യേണ്ടത്. ഈ പ്രോബ്ലം എന്നല്ല ഞാൻ പറഞ്ഞത്, ഏത് പ്രോബ്ലം 1 1 പ്രൂവ് ചെയ്യാൻ വന്നാലും ഇതേ സിമിലർ മെത്തേഡാണ്. സോ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്, x1 + x1 + 2, റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ മക്കളെ, x2 ഡിവൈഡഡ് ബൈ x2 + 2. രണ്ടും ഈക്വൽ ആക്കിയിട്ട് എഴുതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതൊക്കെ സാധാരണ നമ്മൾ മാത്സിൽ അപ്ലൈ ചെയ്യുന്ന പോലെ ഇതിനെടുത്തിട്ട് ഇങ്ങോട്ടും കൊണ്ടുവരാം, ഇതിനെടുത്തിട്ട് അങ്ങോട്ടും കൊണ്ടുവരാം. സാധാരണ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x1, ഇത് 2 ആൾക്കാരാണ്, ബ്രാക്കറ്റ് ഇടണം ഇങ്ങോട്ട് വരുമ്പോൾ x2 + 2. അവിടെ ഓൾറെഡി x2 ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓൾറെഡി x2 ഉണ്ട്. ഇത് താഴെയുള്ള ആളാണ്, ഇത് അങ്ങോട്ട് വരുമ്പോൾ എന്താവും, ഇൻറ്റു ആവും. അതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നതാണ്. അപ്പോൾ 2 ആളുള്ളത് കൊണ്ടാണ് നമ്മൾ ബ്രാക്കറ്റ് കീപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ x1 x2 2x1. ഇനി x2 x1 എന്ന് പറഞ്ഞാലും x1 x2 എന്ന് പറഞ്ഞാൽ ബോത്ത് ആർ സെയിം, കമ്മ്യൂട്ടേറ്റീവ് അല്ലോ. 1 × 2 2 × 1 ബോത്ത് ആർ സെയിം. പ്ലസ് എന്ത് വരും, 2x2. ഒരേപോലത്തെ x1 x2 ക്യാൻസൽഡ്. പിന്നെ ബാലൻസ് എന്താ ഉണ്ടാവുക, 2x1 = 2x2. 2 2 ക്യാൻസൽ. ഫൈനലി x1 = x2. അങ്ങനെ കിട്ടും. അവസാനം x1 = x2 എന്ന് കിട്ടിയാൽ ആൻസർ കഴിഞ്ഞു. x1 = x2 കിട്ടിയാൽ ഇത് 1 1 ആണ്. Therefore function is 1 1. Therefore function is 1 1. വളരെ സിമ്പിളാണ്. അപ്പോൾ ഏത് പ്രോബ്ലം 1 1 പ്രൂവ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ് എന്താവണ, ഈ സെയിം മെത്തേഡിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യാൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ 1 1 ഉം on 2നെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ഓക്കെ, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f (n2n) given by f(x) 2x is 1 1 but not on 2. 1 1ന്റെ മെത്തേഡ് എന്താണ്, ഒരു മാറ്റവും ഇല്ല. 1 1 ഹെഡിങ് കൊടുക്കുക, നേരത്തെ പോലെ 2 ഇൻപുട്സ്. എപ്പോഴും 1 1ന്റെ ഏത് പ്രോബ്ലം വന്നാലും ഒരേപോലെയാണ് മെത്തേഡ്. 2 ഇൻപുട്ടുകൾ എടുക്കാം. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ എടുക്കാം. f(x) എന്താടാ ഫംഗ്ഷൻ പറ, 2x ആണ്. ഇതാണ് നമ്മളുടെ ഫംഗ്ഷൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഇൻപുട്ട് കൊടുക്കാം. ഫസ്റ്റ് എന്താടാ, f(x1) കൊടുത്താൽ എന്താ കിട്ടുക, വളരെ സിമ്പിൾ, 2x1, ഇക്വേഷൻ നമ്പർ 2 അല്ല ഇക്വേഷൻ നമ്പർ 1. f(x2) കൊടുക്കുക, അപ്പോൾ ഇക്വേഷൻ നമ്പർ എന്ത് കിട്ടുക, ഇക്വേഷൻ നമ്പർ 2. നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക. അപ്പം എന്താ ചെയ്തത് സാറേ, ഈ എക്സിന്റെ സ്ഥാനത്ത് x, അപ്പോൾ x1 കൊടുക്കുക, x1 വരും. x2 കൊടുത്താൽ x2 വരും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഇനി ഇത് രണ്ടും എന്താടാ, ഈക്വൽ ആണ് അല്ലേ. 1 1 നമ്മൾ പറയുന്നത് എന്താ പറ, f(x1) = എന്താ മക്കളെ, f(x2) ആണ്. അപ്പോൾ therefore 2x1 എന്താടാ, 2x2. 2 സാറേ x1 = x2. therefore function is 1 1. ഒന്നും നോക്കണ്ട, ഫംഗ്ഷൻ ഈസ് 1 1. ക്ലാരിറ്റി ആയിട്ട് നമുക്ക് മാർക്ക് കിട്ടി. ഇനിയാണ് നമ്മൾ നോക്കേണ്ടത്, സാറേ on to വന്നാൽ നമ്മൾ എന്ത് മെത്തേഡാണ് ചെയ്യേണ്ടത്. ഇവിടെ സാറേ പിക്ചർ വരച്ച് കളിക്കാൻ പറ്റുമോ, n2n നാച്ചുറൽ നമ്പർ. ശരിക്കും പറഞ്ഞാൽ പിക്ചർ കളിച്ചിട്ട് വരക്കാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ വേണമെങ്കിൽ ഞാൻ ഒരു പിക്ചർ വെച്ച് കളിച്ചു തരാം. പിക്ചർ ഇല്ലാണ്ട് ഇങ്ങനെ ചെയ്തു തരാം. ഇപ്പോൾ നാച്ചുറൽ നമ്പറാണ് രണ്ടിലും വരുന്നത്, n2n. ഓൾറെഡി ക്വസ്റ്റ്യൻ n2n ആണ്. അപ്പോൾ ഇവിടെയും 1 2 3 അല്ലെ, ഡൊമൈനും കോഡൊമൈനും നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ നമുക്കറിയാം f(1) ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, 2 × 1 2 ആ കിട്ടുക. 1 2 2 2 എന്താ കിട്ടുക, 2 കൊടുത്ത 4 ആ കിട്ടുക.
3 അല്ല 2 into 2 അല്ലേ 2 into 4 1 2 3 കൊടുത്താൽ ഇവിടെ 6 ഉണ്ടെങ്കിൽ 6 പോവുക. അപ്പോൾ ഇവിടെ വേക്കൻ്റ് ആയിട്ട് 1 വേക്കൻ്റ് ആണ്, 3 വേക്കൻ്റ്, 5 വെക്കണം. ഈ ഓഡ് നമ്പറുകളൊക്കെ വേക്കൻ്റ് ആയി പോകും. ഈ ഓഡ് നമ്പറുകൾക്കൊന്നും ഒരു പ്രീമേജ് ഇല്ല. ഓൺ ടു പറയുന്ന ആളാണല്ലോ, കോഡോമയിലുള്ള എല്ലാ ആൾക്കും പ്രീമേജ് ഉണ്ടാവണല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആൻസർ നേരെ പറയാം, 1 എന്തില്ല പ്രീമേജ് ഇല്ല എന്ന് പറയാം. അതല്ല എങ്കിൽ എങ്ങനെയാണ് സാറേ വേറെ രീതി, തിയറിറ്റിക്കൽ അപ്രോച്ചിൽ എങ്ങനെ ഓൺ ടു പ്രൂവ് ചെയ്യാം? അപ്പോൾ സാറേ തിയറി അല്ലാണ്ട് അല്ലാണ്ട് ഈ പ്രോബ്ലം എഴുതാം. പക്ഷേ എക്സാമിന് വരുമ്പോൾ എപ്പോഴും ഓൺ ടുവിൻ്റെ തിയറിറ്റിക്കൽ അപ്രോച്ചിൽ എഴുതുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ടെക്സ്റ്റ് ബുക്ക് കീ അതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. അതായത് 1 ഇവിടെ ഒരു പ്രീമേജ് ഇല്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. 3 പ്രീമേജ് ഇല്ല. അപ്പോൾ അത് എങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളത് ശ്രദ്ധിച്ചോ. നമ്മൾ ഔട്ട്പുട്ടിലുള്ള ഒരാളാണ്. ഈ എഫ് ഓഫ് എക്സിനെയാണ് നമ്മൾ വൈ എന്ന് പറയുന്നത് കേട്ടോ. എഫ് ഓഫ് എക്സും വൈയും ഔട്ട്പുട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുക വൈ ഇലോങ്സ് ടു 1. വൈയിലുള്ള ഒരു വാല്യൂ ആണെന്ത് 1. അത് ഇലോങ്സ് ടു എന്താണ്? നാച്ചുറൽ നമ്പറാണ്. വൈയിലുള്ള ഒരു വാല്യൂ എന്താണ്? 1 ആണ്. 1 എന്താണ്? ഇലോങ്സ് ടു നാച്ചുറൽ നമ്പറാണ്. അതിനുശേഷം നമ്മൾ എന്ത് പറയുക? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, അതിനുശേഷം പുറത്തോട്ട് എഴുതാം, എഫ് ഓഫ് എക്സ് ഔട്ട്പുട്ട് വൈ എന്ന് പറഞ്ഞാലും എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും എന്താണ്? സെയിം ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് 1 ആണെന്ന് പറയാം. ഈ എഫ് ഓഫ് എക്സിന്റെ ഇക്വേഷൻ എന്താ? ഓൾറെഡി ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 2x. അപ്പം നമുക്ക് ഇവിടെ കാച്ചാം. അപ്പോൾ എക്സ് എന്താ കിട്ടുക? ഹാഫാണ് കിട്ടുക. ശരിക്കും ഇതിനൊരു കണക്ഷൻ ഉണ്ടാവണമെങ്കിൽ എക്സ് ഹാഫ് ആയിരിക്കും കണക്ഷൻ. പക്ഷെ ഹാഫ് ഇല്ലല്ലോ, കാരണം നാച്ചുറൽ നമ്പർ ആണല്ലോ രണ്ടും കണക്ട് ചെയ്തിരിക്കുന്നത്. ഇൻപുട്ടും കോഡോമീനും എന്താ? നാച്ചുറൽ നമ്പർ. അപ്പോൾ ഷുവറായിട്ട് ഇവിടെ എന്തില്ല? ഈ 1 എന്തില്ല? എപ്പുറത്തൊരു ഹാഫ് ഇല്ല. മനസ്സിലായ? അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇത് ഡെഫിനിഷൻ ഇങ്ങനെ എഴുതണം. ദെയർഫോർ ഫംഗ്ഷൻ, അപ്പോൾ നമുക്ക് പറയാം ഹാഫ് എന്തല്ല? ഹാഫ് നോട്ട് ഇലോങ്സ് ടു നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പറിൽ ഹാഫ് ഇല്ലല്ലോ, പ്രീമേജ് ഇല്ലല്ലോ. കാരണം നാച്ചുറൽ നമ്പർ അല്ലാത്തതുകൊണ്ട് അവിടെ ഇല്ലാത്ത. റിയൽ നമ്പർ ആണെങ്കിൽ ഉണ്ടായിരുന്നു കേട്ടോ. റിയൽ നമ്പർ ആണെങ്കിൽ ഉണ്ടായിരുന്നു. ഇവിടെ നാച്ചുറൽ നമ്പർ ആയതുകൊണ്ടാണ് ഇല്ലാത്തത്. ദെയർഫോർ ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. ദെയർഫോർ ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. ഓക്കേടാ, തിയറിറ്റിക്കൽ അപ്രോച്ചിലാണ് ഈ പ്രോബ്ലം എഴുതേണ്ടത് ഞാൻ പറഞ്ഞു. അതിനാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക കേട്ടോ. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇൻവേർട്ടിബിൾ. മക്കളെ ഇത് പഠിച്ചോ. ഇൻവേർട്ടിബിൾ കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻവേർട്ടിബിൾ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻവേർട്ടിബിൾ കേട്ടോ. പല ആളുകൾക്കും പേടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻവേർട്ടിബിളിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ പല ആളുകളും തെറ്റിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇൻവേർട്ടിബിൾ എങ്ങനെയായാലും എക്സാമിന് ചോദിക്കും കേട്ടോ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പറയാം ഇൻവേർട്ടിബിൾ ആണ്. സോ ഫസ്റ്റ് ഇതാണ്, കൺസിഡർ എഫ് ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x + 2. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ വന്നിട്ടുണ്ട് ഇൻവേർട്ടിബിൾ. ഒരു ക്വസ്റ്റ്യൻ അടിപൊളിയിൽ പഠിച്ചാൽ മതി, എല്ലാം സിമിലർ വേണം. ഒരു ക്വസ്റ്റ്യൻ അടിപൊളിയിൽ പഠിച്ചു. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, അത് പഠിച്ചു. എഫ് എന്താണ് സാറേ? ആദ്യം 1 ഇൻവേർട്ടിബിൾ ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇൻവേർട്ടിബിളിലോട്ട് നമുക്ക് വരാം. ഇൻവേർട്ടിബിൾ എന്ന് പറഞ്ഞാൽ എന്താ സാറേ? അത് വേണമെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചോ. നമ്മൾ നേരത്തെ പഠിച്ചാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ അത് തന്നെയാണ് ഇൻവേർട്ടിബിൾ. എന്താണ് മക്കളെ? ഈ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ എല്ലാ ബൈജക്റ്റീവ് ഫംഗ്ഷനുകളും ഇൻവേർട്ടിബിളാണ്. സിമ്പിൾ ടെക്നിക്കലി പഠിക്കും. പറ എല്ലാ ബൈജക്റ്റീവ് ഫംഗ്ഷനുകളും ഇൻവേർട്ടിബിളാണ്. സാർ എന്താ ബൈജക്റ്റീവ് ഫംഗ്ഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്? ഒരു ഫംഗ്ഷൻ 1 ഓൺ ടു ആണെങ്കിൽ, എങ്ങനെ ഒരു ഫംഗ്ഷൻ 1 ഓൺ ടു ആണെങ്കിൽ അത് ബൈജക്റ്റീവ് ആവും. എല്ലാ ബൈജക്റ്റീവ് ഫംഗ്ഷൻസും ഇൻവേർട്ടിബിൾ ആവും. ഓക്കെ, ഈ ഒരു ആശയം നമ്മളിവിടെ ചെയ്യുന്നത്. സാറേ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഫസ്റ്റ് 1 ആദ്യം 1 നമുക്ക് അങ്ങനെ പ്രൂവ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1 എന്നാണല്ലോ. 1 നമ്മൾ ഹെഡിങ് കൊടുക്കുക നേരത്തെ പോലെ. 1 ഒക്കെ നമ്മൾ സെയിം സെറ്റപ്പ് തന്നെയാണ്. രണ്ട് ഇൻപുട്ടുകൾ x1 x2 കൊടുക്കും. ഫസ്റ്റ് നമ്മൾ എഫ് ഓഫ് എക്സ് എഴുതിയെടുക്കും 5x + 2. 1 മെത്തേഡ് ഇതല്ലാണ്ട് വേറെ മെത്തേഡൊന്നും ഇല്ല കേട്ടോ. സോ x1 ഫസ്റ്റ് ഇൻപുട്ട് കൊടുക്കും 5x1 + 2 ഇക്വേഷൻ നമ്പർ 1. നേരത്തെ അതേപോലെ തന്നെ എഫ് ഓഫ് x2 കൊടുക്കും 5x2 + 2 ഇക്വേഷൻ നമ്പർ 2. എന്നിട്ട് എന്താ പറയുക? ഈ രണ്ടും ഈക്വൽ ആണെന്ന് പറയാം. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. അപ്പോൾ പറ 5x1 + 2 ഈക്വൽ ടു 5x2 + 2. സോ 2 ക്യാൻസൽ. 5x1 ഈക്വൽ ടു 5. സാർ ഇതെങ്ങനെ 2 ക്യാൻസൽ ആണ്? ഈ +2 ഇങ്ങോട്ട് വന്നാൽ -2 ആണ്. അപ്പം അങ്ങനെ തന്നെ ക്യാൻസൽ ചെയ്യാം. ഇനി ഇവിടെ 5 ക്യാൻസൽ. അപ്പം എന്ത് കിട്ടാം? x1 ഈക്വൽ. ദെയർഫോർ ഫംഗ്ഷൻ ഈസ്, ഇപ്പോൾ 1 ആണെന്ന് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തു. 1 ആണെന്ന് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇൻവേർട്ടിബിൾ ആയി ചോദിച്ചേ. അപ്പോൾ 1 ആയി. ഇനി ഓൺ ടു കൂടെ നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഇവിടെ ഓൺ ടു കാണണമെന്ന് പറയാതെ നമ്മൾ കാണണം. ഓൺ ടു കാണുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇൻവേർട്ടിബിൾ കാണാനാണ് പറഞ്ഞത്. പക്ഷേ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് എല്ലാ ബൈജക്റ്റീവ് ഫംഗ്ഷൻസും എന്താ? ഇൻവേർട്ടിബിളാണ്. എന്താ ഇൻവേർട്ടിബിൾ എന്ന് ഇപ്പോൾ നോക്കണ്ട.
എല്ലാ ബൈജക്റ്റീവ് ഫംഗ്ഷൻ നമുക്ക് എക്സാമിന് മാർക്ക് മേടിക്കുക തൽക്കാലം, കുറഞ്ഞ സമയമേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനെ പറ്റി പറയാൻ കുറേ ഉണ്ട്, അതൊന്നും വേണ്ട. അപ്പോൾ എക്സാമിന് മാർക്ക് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് സാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ ഇൻവേർട്ടബിൾ ഫംഗ്ഷൻസും എന്താണ്, എല്ലാ ബൈജക്റ്റീവ് ഫംഗ്ഷൻസും ഇൻവേർട്ടബിളാണ്. അപ്പോൾ ഇൻവേർട്ടബിളിന് 1 നമ്മൾ പ്രൂവ് ചെയ്തു, ഇനി ഓൺ ടു ഇതുപോലെ പ്രൂവ് ചെയ്യാം. അപ്പോൾ സാറ് എങ്ങനെയാണ് ഓൺ ടു പ്രൂവ് ചെയ്യുക? ഞങ്ങൾക്ക് പേടി സാറേ ഓൺ ടു ആണ് അല്ലെ, പല ആളുകളും 1 ഈസിയാണെന്ന് മനസ്സിലായി, പക്ഷെ ഓൺ ടു ഈസിയാണ്. ഓൺ ടു ഇങ്ങനത്തെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ജനറലി ഓൺ ടു പ്രൂവ് ചെയ്യേണ്ട മെത്തേഡാണ് സാർ ഇനി പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എടുക്കുക. ഇവിടെ ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആണ്, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണല്ലോ. ഇവിടെ എക്സ് ഇൻ ടേംസ്, അതായത് y ഇൻ ടേംസ് ഓഫ് എക്സിൽ എഴുതാം. അങ്ങനെ പറഞ്ഞാൽ വല്ലതും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. അതായത് ഇപ്പം നമ്മളുടെ ഫംഗ്ഷൻ എന്താ, ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x + 2. ഓക്കെ, ഇതിന് എക്സ് ഇൻ ടേംസ് ഓഫ് വൈയിൽ എഴുതാം. മനസ്സിലായില്ല? ഇതിപ്പോൾ ഓൾറെഡി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 5x + 2 അല്ലേ, ഇതിന് എക്സ് ഇൻ ടേംസ് ഓഫ് വൈയിൽ എഴുതാം. അങ്ങനെ എഴുതാൻ പറ്റും. അതിനാണ് ഓൺ ടുവിനെ നിങ്ങൾ പഠിച്ചോ. ഓൺ ടു ഒരു പ്രോബ്ലം പ്രൂവ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ വന്നാൽ y സമം എഫ് ഓഫ് എക്സ്, y സമം എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുക, y സമം എഫ് ഓഫ് എക്സ് എന്താ 5x + 2. ഇനി ഇപ്പോൾ y ഇൻ ടേംസ് ഓഫ് എക്സിലാണ് ഇപ്പോൾ ഇതുള്ളത്. എങ്ങനെയാണ് ഇത് y ഇൻ ടേംസ് ഓഫ് എക്സിലാണ്, ഇതിന് എക്സ് ഇൻ ടേംസ് ഓഫ് വൈയിലോട്ട് എഴുതാം. അതെങ്ങനെയാണ് സാർ എഴുതുക, ആ എക്സ് ഉള്ള ഭാഗം അവിടെ നിർത്തുക, y ഇവിടെ നിർത്തുക, +2 ഇങ്ങോട്ട് വന്നാൽ -2. അപ്പോൾ നമുക്ക് കിട്ടിയത് 5x ഈക്വൽ ടു y - 2 എന്ന്. അപ്പോൾ എക്സ് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ എന്തുകൂടാ, y - 2/5. ഇത്രേ ഉള്ളൂ. ഇപ്പം നമുക്ക് എന്ത് കിട്ടി, എക്സ് ഇൻ ടേംസ് ഓഫ് വൈയിൽ കിട്ടി. അപ്പോൾ നമ്മൾ y ഇൻ ടേംസ് ഓഫ് എക്സിനെ നമ്മൾ എന്തിലോട്ട് മാറ്റുക, എക്സ് ഇൻ ടേംസ് ഓഫ് വൈയിലോട്ട് മാറ്റുക. എന്തിനാ സാർ ഈ എക്സ് ഇൻ ടേംസ് ഓഫ് വൈയിലോട്ട് മാറ്റുന്നത്? എടാ മക്കളെ, എക്സ് എന്ന് പറഞ്ഞ ഇൻപുട്ട് ഡൊമൈനാണ്. എക്സ് എന്ന് പറയുന്നത് ഇൻപുട്ടാണ്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകളാണ്, ഡൊമൈനാണ്. ഈ ഡൊമൈൻ വെച്ച് നമുക്കൊരു കളിയുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എഫ് ഓഫ് എക്സ് എടുക്കുക. നമ്മളുടെ എഫ് ഓഫ് എക്സ് എന്താ 5x + 2 ആണ് അല്ലേ, നമ്മളെ ക്വസ്റ്റ്യനിലുള്ള ഡൊമൈൻ 5x + 2 ആണ്. ഇതാണ് നമ്മുടെ ഡൊമൈൻ മീൻസ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനിൽ എഫിന് എക്സിൻ്റെ സ്ഥാനത്ത് ഈ ഡൊമൈൻ ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു വലിയൊരു അത്ഭുതം കാണാം നിങ്ങൾക്ക്. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള എക്സിന് ഇത് ബാധിക്കും അല്ല, ഈ എക്സിനെയാണ് അത് ബാധിക്കുക. കാരണം എക്സിൻ്റെ സ്ഥാനത്ത് വലിയൊരു ഇൻപുട്ടാണ്, എക്സിൻ്റെ സ്ഥാനത്ത് y - 2/5. അത് നേരെ ഇവിടെ കൊടുക്കുമ്പോൾ പരിപാടി കഴിഞ്ഞ് മക്കളെ, 5 × എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വരടാ, y - 2/5 + 2. 5 ക്യാൻസൽ, വി ഗെറ്റ് y - 2 + 2. -2 + 2 ക്യാൻസൽ, വി ഗെറ്റ് 5. ഇങ്ങനെ y കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഇങ്ങനെ y കിട്ടിയാൽ ഇത് ഓൺ ടു ആണ്, ഇങ്ങനെ കിട്ടും. therefore ഇതൊക്കെ അങ്ങനെ പഠിച്ചോ, ഫംഗ്ഷൻ ഈസ് ഓൺ ടു, ഫംഗ്ഷൻ ഈസ് ഓൺ ടു. ഇങ്ങനെ y ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പിച്ചോ, ഇതിനർത്ഥം എന്താ, ഇവർ തമ്മിലൊരു സിങ്ക് ഉണ്ട്. അവിടെ ഉള്ള ആൾ ഇങ്ങോട്ട് സിങ്ക് ഉണ്ട്, കോഡൊമൈനിലുള്ള ആൾ ഇങ്ങോട്ട് സിങ്ക് ഉണ്ട് എന്ന് പറയുന്നതാണല്ലോ ഓൺ ടു. നിങ്ങൾ ആലോചിച്ചൊക്കെ, കോഡൊമൈനിലുള്ള ആൾക്ക് ഇങ്ങോട്ട് ഒരു സിങ്ക് ഉണ്ട് എന്ന് പറയുന്നതാണല്ലോ ഓൺ ടു. ഇതൊരു സിങ്ക് ഉണ്ട്, അപ്പോൾ നമുക്ക് പറയാൻ ഇത് ഓൺ ടു ആണെന്ന്. അങ്ങനെ ഓൺ ടു ആണെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ടെക്നിക്ക് എന്താ, നമ്മൾ പറയുന്നു ഈ ഫംഗ്ഷൻ എന്താണ്, ദ ഫംഗ്ഷൻ ഈസ് പറയുന്നു, ഇതൊക്കെ നമ്മളെ ഭാഷ, ദ ഫംഗ്ഷൻ ഈസ് 1 1 പ്ലസ് ഓൺ ടു. therefore the function is bijective function. all bijective function, ഇവിടെയാണ് നമ്മളല്ലേ കേട്ടോ, all bijective function are invertible. ഇതിന്റെ ഡെഫിനിഷൻ ആണ് കേട്ടോ, ഇൻവേർട്ടിബിൾ. എല്ലാ ബൈജക്റ്റീവ് ഫംഗ്ഷൻസും എന്താകുന്നു, ഇൻവേർട്ടിബിൾ ആകുന്നു. അത്രേ ഉള്ളൂ, ആൻസർ കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ, നിങ്ങൾ നന്നായിട്ട് പഠിക്കണേ. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, 3 + 4x. ഇത് അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ് 3 + 4x എന്ന് പറഞ്ഞാൽ. എഫ് ഓഫ് എക്സിൽ 3 + 4x അല്ലെങ്കിൽ 4x + 3, 4x + 3 എന്നാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അങ്ങനെ എന്ത് വേണമെങ്കിലും വരാം, വാട്ട് എവർ. 1 1 ബൈജക്റ്റീവ് ആണോ നമ്മൾ പ്രൂവ് ചെയ്യണം. പെട്ടെന്ന് ചെയ്തേ, ഫസ്റ്റ് 1 1 നമുക്ക് ഡയലോഗ് അറിയാം, x1 x2. പെട്ടെന്ന് നിങ്ങൾ തന്നെ ചെയ്തോളൂ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താടാ 3 + 4x. ഇത് എക്സാമിന് വരെ 3 + 4x എന്നല്ല, ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് 4x + 3 എന്നാണ് കേട്ടോ. അതൊന്നും അങ്ങനെ മാറ്റിക്കും, ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ വയ്ക്കുകയാണ്, ടെക്സ്റ്റിലുള്ള പോലെ വരുള്ളൂ. എഫ് ഓഫ് x1 നമ്മൾ കൊടുക്കുന്നു 4x1+. ഇത് കാണുമ്പോഴേ അറിയാം ഇത് 1 1 ആണെന്നൊക്കെ. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, പഠിച്ചോളൂ. സോ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. പറ 4x1 + 3 അല്ലേ, 4x2 + 3 + 3 4 4 ക്യാൻസൽ. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ക്യാൻസൽ ചെയ്താൽ അത് ഞാൻ റിപ്പീറ്റേഷൻ ആയതുകൊണ്ട് ഞാൻ പറയുന്നത്. x1 ഈക്വൽ ടു x2. therefore function is 1 1. ഓക്കെ സാർ, ഇതിൻ്റെ ഓൺ ടു
ഓൺ ടു കൂടെ ഉണ്ടെങ്കിൽ അല്ലേ ബൈജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാം അല്ലേ. ഓൺ ടു ആണെങ്കിൽ പിന്നെ ചെക്ക് ചെയ്യേണ്ട 1 1 ഓൺ ടു ആണെങ്കിൽ ദാറ്റ് ഇസ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ സാറേ പുതിയ പേജിൽ ചെയ്യാം ഓൺ ടു സാറേ ഓൺ ടു ആണെങ്കിൽ എക്സ് ഇൻ ടേംസ് ഓഫ് വൈയിൽ എഴുതണം അല്ലേ. ഇത് യെസ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എഴുതിക്കൂടെ ഇതേ നേരത്തെ എഴുതി അതേപോലെ തന്നെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇതാണല്ലോ നമ്മൾ എഴുതേണ്ടത്. സോ എഫ് ഓഫ് എക്സ് എന്താടാ 4 എന്തായിരുന്നു 3 + 4x. അപ്പോൾ 4x അപ്പുറത്ത് മുത്തുക y - 3. സോ 4x ഈക്വൽ ടു y - 3 x ഈക്വൽ ടു y - 3/4. നേരെ എടുത്തോളൂ. നേരെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 + 4x വരാം. 4x + 3 വരാം. നേരത്തെ ചെയ്ത അതേപോലെ കേട്ടോ മക്കളെ. ഞാനതുകൊണ്ട് അത് സ്പീഡിൽ പറയുന്നത്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇതിലോട്ട് നമ്മൾ എന്ത് കൊടുക്കുക എക്സിൻ്റെ ഇൻപുട്ട് കൊടുക്കുക. സോ 4 × y - 3/4 + 3 4 4 ക്യാൻസൽ y - 3 + 3 -3 + 3 ക്യാൻസൽ വി ഗെറ്റ് y. അങ്ങോട്ടുള്ള ആൾക്കൊക്കെ ഇങ്ങോട്ട് പ്രീ ഇമേജ്. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ ഈസ് എന്താടാ ഫംഗ്ഷൻ ഈസ് ഓൺ ടു ആണെങ്കിൽ പറ ദ ഫംഗ്ഷൻ ഈസ് 1 1 + ഓൺ ടു ഇംപ്ലൈസ് ദാറ്റ് ബൈജക്റ്റീവ്. ഓക്കെ സിമ്പിൾ അല്ലേ ബൈജക്റ്റീവ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇത് ഓൾറെഡി എന്താണെന്ന് പറയാം. എടാ ഇനി ഒരൊറ്റ ക്വസ്റ്റിനും കൂടെ നമുക്ക് ഈ വർഷം വന്ന എക്സാമിന് വന്ന ഈ ക്വസ്റ്റിനും കൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താടാ സെറ്റായി. കാരണം ഈ ക്വസ്റ്റിൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല എന്നില്ല. പല ആളുകളും ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയോ സാറേ ഇത് ഓൾറെഡി ഒരു വട്ടം വന്നില്ല അതുകൊണ്ട് ഇനി ചോദിക്കും അങ്ങനെയും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ കാരണം ക്വസ്റ്റ്യൻ പേപ്പർ 4 സെറ്റ് ഇടുന്നത് പല ആളുകൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ചിലപ്പോൾ ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിന് 2 സെറ്റിൻ്റെ ഉള്ളിൽ കയറാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിച്ചേ പറ്റൂ. കൺസിഡർ റിലേഷൻ ബ്ലാ 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 x - y ഈസ് എൻ ഇൻറ്റീജർ. അപ്പോൾ സാറേ ഇത് എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത് നേരത്തെ ചെയ്ത അതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ഉള്ളൂ. ഫസ്റ്റ് നിങ്ങൾ റിഫ്ലക്സീവ് ഹെഡിങ് എഴുതാം. റിഫ്ലക്സീവ് നമ്മൾ നേരത്തെ പോലെ റിഫ്ലക്സീവ്. എടാ ഇവിടെ എന്താണ് ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ അറിയാത്തവരൊന്ന് നോട്ട് ചെയ്യണേ. -3 -∞ എന്നാ സ്റ്റാർട്ട് ചെയ്യുക നമ്പർ അങ്ങനെ പോയി -3 -2 -1 0 1 2 3 എക്സെട്ര +∞. ഇത്രയും നമ്പറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇതാണ് ഇൻറ്റീജർ നമ്പർ. -∞ പിന്നെ പ്രത്യേക നമ്പർ -3 -2 -1 0 1 2 3 4 അപ് ടു +∞. ഈ നമ്പറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻറ്റീജർ നമ്പറുകൾ. അത് ആദ്യം അറിയണേ. എക്സും വൈയും റിയൽ നമ്പറുകളാണ്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എക്സും വൈയും എന്താ റിയൽ നമ്പർ x - y ഈസ് എൻ ഇൻറ്റീജർ. അപ്പോൾ നമ്മൾ ഹെഡിങ് എന്ത് ചെയ്യുക റിഫ്ലക്സീവ് എന്ന് എഴുതാം. അപ്പോൾ നമുക്കറിയാം 0,0 വരുമോ അല്ലെങ്കിൽ 1,1 വരുമോ 2,2 വരും ഇതൊക്കെ വരും അല്ലെങ്കിൽ 1.2, 1.2 അതൊക്കെ വരും. ഇതൊക്കെ സബ്ട്രാക്ട് ചെയ്ത് ഇപ്പോൾ 1,1 വരുമെന്ന് ചോദിച്ചാൽ 1 - 1 ചെയ്താൽ 0 കിട്ടുക. 0 ഇൻറ്റീജറാണ്. അപ്പോൾ 2,2 വരുമെന്ന് ചോദിച്ചാൽ 2 - 2 എന്താണ് 0 ഇൻറ്റീജറാണ്. അപ്പോൾ നമുക്ക് ഉറപ്പായി ഇത് റിഫ്ലക്സീവ് ഇൻ നാച്ചറാണ്. അപ്പോൾ നമ്മൾ ജനറലി പറയാം x - y ഈസ് എൻ ഇൻറ്റീജർ എന്നല്ലേ. നമുക്കൊരു പുതിയ പേജിൽ ചെയ്യാം അതാണ് വൃത്തിണ്ടാവും. റിഫ്ലക്സീവ് നെട്ടിങ് ഇതാ എന്നിട്ട് x - y ഈസ് എൻ ഇൻറ്റീജർ എന്നാണ് ഇവിടെ ഉള്ളത് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഒരേപോലത്തെ നമ്പറുകൾ x, x അല്ലെങ്കിൽ a, a എന്ന് എടുക്കാം. ഇവിടെ നമ്മൾ എക്സും വൈ എടുത്ത് കളിച്ചത് കൊണ്ടാണ് നമ്മൾ x, x എടുക്കുന്നത് കേട്ടോ. ഒരേപോലത്തെ നമ്പറുകളാണ് x, x കേട്ടോ. അപ്പോൾ നമ്മൾ എക്സും വൈ ഒരേപോലത്തെ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ എയും ബി ആയതുകൊണ്ട് a, a എടുത്ത് ഇവിടെ എക്സും വൈ ആയതുകൊണ്ടാണ് x, x എടുക്കുന്നത് കേട്ടോ. സോ x - x ഈസ് എൻ ഇൻറ്റീജർ. x - x എന്താ കിട്ടുക 0 ആണ്. 0 ഈസ് എൻ ഇൻറ്റീജർ. നമ്മളെ ഭാഷയിൽ എഴുതിയാൽ മതി 0 ഈസ് എൻ ഇൻറ്റീജർ. സോമ x, x എന്തായിരിക്കും റിയൽ അല്ലേ. therefore x, x belongs to എന്താണ് റിയൽ നമ്പർ ആണ്. therefore റിലേഷൻ ഈസ് റിഫ്ലക്സീവ്. ഇതായിരുന്നു പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ. ഇങ്ങനെ എഴുതണം എക്സാമിന് കേട്ടോ റിഫ്ലക്സീവ്. ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത ഹെഡിങ് എഴുതുന്നു സിമെട്രിക്. എടാ സിമെട്രിക് നാച്ചർ ആണോ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിമെട്രിക് വളരെ ഈസിയാണ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ 1,2 ഈ 1,2 1 - 2 എന്താ കിട്ടുക -1 -1 ഇൻറ്റീജറാണ്. അപ്പോൾ തിരിച്ച് 2,1 എന്ന് പറഞ്ഞാൽ 2 - 1 അത് എന്ത് തന്നെ 1 അത് 1 ഇൻറ്റീജർ ആണല്ലോ. അപ്പോൾ a - b റിലേഷനിലുണ്ടെങ്കിൽ b, a എന്തായിരിക്കും. പക്ഷേ ഇതിന് ഇങ്ങനെ നമുക്ക് മനസ്സിലായിട്ട് കാര്യമില്ല. ഇത് പ്രസൻറ്റേഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് തിയറിറ്റിക്കൽ പ്രസൻറ്റേഷൻ നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ എക്സും വൈ ആയതുകൊണ്ട് നമുക്ക് എക്സും വൈ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. x, y ഇലോങ്സ് ടു റിലേഷനിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം x - y ഈസ് എൻ ഇൻറ്റീജർ എന്ന് പറയാം. നമുക്കിത് ഉറപ്പാണ്. ഇത് എന്താണ് ഇത് സിമെട്രിക് നാച്ചർ ആണ്. ഇനി തിരിച്ച് നമ്മൾ എന്ത് പറയാം y - x ഈസ് എൻ ഇൻറ്റീജർ എന്ന് പറയാം. എപ്പോ
ഇംപ്ലൈസ് y, x belongs to റിയൽ നമ്പർ. ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്, നിങ്ങളാണ്ട് എഴുതിക്കോ, ഗ്യാരണ്ടിയാണ് തിരിച്ചു വന്നിട്ടായിരിക്കും റിയൽ നമ്പറിൽ ഉണ്ടായിരിക്കും. Therefore ഇത് ചെറിയൊരു കാണാപ്പാടം പോലെ ഇങ്ങനെ എഴുതുന്ന രീതി സെറ്റ് ആക്കിക്കോ, എന്നാലും കുഴപ്പമില്ല കേട്ടോ. റിയൽ ഈസ് സിമെട്രിക്. ഓക്കേടാ. സോ ലാസ്റ്റ് കേസ് ആണ് ട്രാൻസിറ്റീവ്. എടാ ട്രാൻസിറ്റീവ് നാച്ചുറൽ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 2 ഓർഡേർഡ് പെയർ എടുക്കണം. ആക്ച്വലി ഇത് ഓൾറെഡി ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ 2 ഓർഡേർഡ് പെയർ, കാരണം ഇവിടെ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ 1, 2 ഉണ്ട്, ഇലോങ്സ് ടു 2 നാച്ചുറൽ റിയൽ നമ്പേഴ്സ് ആണല്ലോ. 2, 1 ഉണ്ട്. സോ 2, 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1, 1 ഓൾറെഡി നമുക്ക് ഉണ്ടെന്ന് ഇതിൽ അറിയാം. അപ്പോൾ 1, 1 ഇലോങ്സ് ടു റിലേഷൻ ഉണ്ട് എന്ന് നമുക്കറിയാം, കാരണം റിഫ്ലെക്സീവ് ആണ്, നമ്മൾ പ്രൂവ് ചെയ്ത ആളുകളാണ്. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് ഓൾറെഡി ട്രാൻസിറ്റീവ് ആണെന്ന് അറിയാം. പക്ഷേ തിയറിറ്റിക്കലി നമ്മൾ എഴുതി കൊടുക്കണം. അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. x, y ഇലോങ്സ് ടു റിലേഷൻ ആൻഡ് y, z b, c എന്ന് എഴുതുന്ന പോലെ y, z ഇലോങ്സ് ടു റിലേഷൻ ഇംപ്ലൈസ് ദാറ്റ് y ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം. ഇവിടെ നമ്മൾ എന്നിട്ട് നമ്മളിത് എഴുതാം. ഇതിൻ്റെ രീതി ഇങ്ങനെയാണ്, ഇങ്ങനെ എഴുതി. ഇത് 2 റിലേഷനിലാണെങ്കിൽ ഇവിടെ ക്യാൻസൽ അല്ല ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ കേട്ടോ. ഇവിടെ എഴുതണം x - y ഈസ് എൻ ഇൻറ്റീജർ പ്ലസ് ഇവിടെയും നമുക്ക് എന്ത് എഴുതാം, y - z ഒരുമിച്ച് എഴുതിയാൽ മതി. തിരക്ക് കൂടി കഴിഞ്ഞിട്ട് കാര്യമില്ല. x - y പ്ലസ് y - z ഈസ് എൻ ഇൻറ്റീജർ. എക്സാം എടുക്കാറായി, ഇതൊക്കെ സാർക്ക് മനസ്സിലായി. -y + y ക്യാൻസൽ, x - z നമ്മൾ നേരത്തെ എഴുതി അതേപോലെ തന്നെ x - z ഈസ് എൻ ഇൻറ്റീജർ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം x, z എന്താണെന്ന് പറയാം. x, z belongs to റിയൽ നമ്പറിൽ ഉണ്ടായിരിക്കും, കാരണം 1, 1 എന്ന് പറഞ്ഞ പോലത്തെ. Therefore relation is ട്രാൻസിറ്റീവ്. എടാ മക്കളെ, ഇത്രയേ ഉള്ളൂ ഈ സെക്ഷൻ. അടിപൊളിയായി. ഇനി ശ്രദ്ധിച്ചോ, സാറത വീണ്ടും നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അവസാന സമയം നിങ്ങളെ രക്ഷകനെ പോലെ നിങ്ങൾ വേണമെങ്കിൽ കണ്ടോ, അവസാന സമയത്ത് ഇതുവരെ ഒരു ഏവറേജ് ഐഡിയ ഉള്ളൂ സാറേ. ഞാൻ ഓൾറെഡി പെയ്ഡ് ആപ്പ് മറ്റ് പല ആപ്പുകൾ ഉപയോഗിക്കുന്നൊക്കെ ഉണ്ട്. ഏത് ലെവലിലുള്ള ആളുകളായിക്കോട്ടെ, ഓൾറെഡി നിങ്ങൾ ട്യൂഷന് പോയ ആളുകളായിക്കോട്ടെ, നമുക്കറിയാം 75% പാസ് അതിൽ താഴെ ഈ വർഷം വരും. ഏകദേശം +1ൽ 28 മാർക്കും അതിൽ താഴെയുള്ള ആളുകളൊക്കെ ഫെയിലിയർ ആവാനാണ് ഈ വർഷം സാധ്യത കൂടുതൽ. അപ്പോൾ നിങ്ങൾ അത് ആലോചിക്കുക. +2 റിസൾട്ട് വന്നിട്ട് തോറ്റിട്ട് ഇനി 799 രൂപ സാർക്ക് കൊണ്ടെടുത്താൽ മതി എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് ഏറ്റവും കൂടുതൽ ഫെയിലിയേഴ്സിന് സാർ പാസ്സാക്കുന്ന ഒരാളാണ് കേരളത്തിൽ. അപ്പോൾ എനിക്കതറിയാം. അതുകൊണ്ട് നിങ്ങൾ +2 കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് കൊണ്ടുപോയി ചിലവാക്കിയിട്ട് അതിൽ കാര്യമില്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കേണ്ട അവസാന സമയം റിസ്ക് എടുക്കാൻ പ്ലാൻ ഇല്ല, അതായത് എനിക്ക് കാര്യമായിട്ടൊരു ഐഡിയ ഇല്ല, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതമാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എനിക്ക് ഈ വർഷം എനിക്ക് നല്ല മാർക്ക് മേടിക്കണം, എനിക്ക് അടിപൊളിയിലും പാസ്സാവണം, നല്ല മാർക്ക് വേണം. ഞാൻ ഓൾറെഡി ഏതോ ആപ്പ് വാങ്ങിച്ചു, അതൊന്നും ഇപ്പോൾ കാര്യമായിട്ടില്ല. പക്ഷേ ഇനിയിപ്പോൾ ഈവൺ എല്ലാ തിയറി ഒന്നും പഠിക്കാനൊന്നും സമയമില്ല. ഈവൺ ട്യൂഷന് പോകുന്ന കുട്ടികളാണ് മെജോറിറ്റി. ട്യൂഷന് പോയിട്ട് എനിക്കൊരു ഐഡിയ ഒന്നുമില്ല, ക്രാഷിന് പോയിട്ട് ഐഡിയ ഇല്ല. ഏത് വിധത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഈ കോഴ്സ് നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ്, നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. കാരണം ഏറ്റവും സിമ്പിളായിട്ട്, ഇത് കുറേ തിയറി പറഞ്ഞുകൊണ്ടല്ല, എക്സാമിന് വരുന്ന പ്രോബ്ലം നിങ്ങളെ സെറ്റാക്കാത്ത ഏറ്റവും ടഫുള്ള ചാപ്റ്ററാണിത്. ഈ ചാപ്റ്റർ നിങ്ങൾ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ടാണ് സാർ നിങ്ങളെ സെറ്റാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള ചാപ്റ്റർ ഒക്കെ ഈസി ചാപ്റ്ററാണ്. പല ആളുകളും ടഫായിട്ടിരിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ഈസി സിമ്പിൾ ട്രിക്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. പല ആളുകളും ചിന്തിച്ച് വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഭയാനകമായ ചാപ്റ്ററാണ്. സാറിൻ്റെ 14 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്, നിങ്ങൾക്ക് അവസാനം രക്ഷപ്പെടാൻ നിങ്ങൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ സാറിനെ കോൺടാക്ട് ചെയ്തോ. മെസ്സേജ് മാത്രം വാട്സപ്പിൽ മാത്രം മെസ്സേജ് ചെയ്യുക. സാറിൻ്റെ നമ്പർ ഇതാണ്, നമ്പർ ഞാൻ വീണ്ടും എഴുതാം, എല്ലാവരും നോട്ട് ചെയ്തോ. 875958, അതല്ലെങ്കിൽ 9526875958. ഈ 2 നമ്പറുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം കേട്ടോ. 5958 കേട്ടോ, 5958. ഓക്കെ, 9746 നമ്പർ നോട്ട് ചെയ്തോ. 5958. ലാസ്റ്റ് സമയത്ത് ഇനി കിടന്ന് ടെൻഷൻ ആവണ്ട, ചുരുങ്ങിയ സമയം കൊണ്ട് സാർ നിങ്ങളെ സെറ്റാക്കി തരാം. അങ്ങനെ ക്ലാസ്സുകളാണ് സെറ്റാക്കിയിട്ടുള്ളത്. കംപ്ലീറ്റ് ഡൗട്ട് ക്ലിയർ, ഗ്രൂപ്പ് സാധനങ്ങളൊക്കെ അടിപൊളി. ഇത് വേറെ ഡിഫറെൻറ്റ് രീതിയാണ്. ഫീസ് വളരെ കുറഞ്ഞ ഫീസുകൾ, 799 ഫീസുള്ളൂ. അതെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി +1 കൂടെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, +2 കാരോടാണ് പറയുന്നത്, +1 കൂടെ പഠിക്കണം, ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ഒരുമിച്ച് ജോയിൻ ചെയ്തോ. കോംബോ പാക്ക് ആയിട്ട് നിങ്ങൾക്ക് 1499 മതി. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി, സാറേ എനിക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാം. ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്തോ. കൂടുതലൊന്നും നിങ്ങൾ ഇനി ആലോചിക്കാൻ നിൽക്കണ്ട. ആലോചിക്കാൻ നിന്നാൽ എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നിട്ട് തോറ്റിട്ട് മാപ്പിട്ട് നോക്കിയിട്ട് ഇനി പൈസ ഉണ്ട് ചിലവാക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അവസാന ഹെൽപ്പിന് വന്നൊരു വ്യക്തി എന്നുള്ള നിലക്ക് സാറതാ നിങ്ങൾ കൃത്യമായിട്ട് സെറ്റാക്കി തന്നിട്ടുണ്ട്. അടിപൊളി, നിങ്ങൾ പഠിച്ചോളാം. ക്ലാസ്സിനെ പറ്റിയുള്ള കമന്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കുക, ലൈക്ക് തരണം, ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കമ്മ്യൂണിറ്റി ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വേണ്ടവരൊക്കെ ജോയിൻ ചെയ്തോ കേട്ടോ മക്കളെ.
ബൈ 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 ബൈ. അടിപൊളിയിൽ പഠിച്ചോട്ടോ.